ദർശന ഹോസ്പിറ്റൽ. മെഴുവേലി ബാബുജി ത്രില്ലർ സ്റ്റോറി. മണ്ണെണ്ണ വിളക്കിൻ്റെ നാളം മങ്ങിത്തുടങ്ങി. അഞ്ജന റോഡിലേക്ക് നോക്കി. ഇല്ലല്ലോ, ഏട്ടനെ കാണുന്നില്ലല്ലോ. പുറത്ത് ഇരുൾ ചേക്കേറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ വീടിനുള്ളിൽ അവസാനത്തുള്ളി മണ്ണെണ്ണയും കത്തിത്തീരുകയാണ്. ഏട്ടൻ റേഷൻ കടയിലേക്ക് പോയിട്ട് നേരം കുറേയായി. എന്തേ വൈകുന്നു? അവൾ പിന്നെയും റോഡിലേക്ക് മിഴികൾ നട്ടു. സമയമിഴഞ്ഞു. മഴ ചാറിത്തുടങ്ങി. ഇടവപ്പാതിയുടെ ആരംഭമാണ്. തിടുക്കപ്പെട്ട രാഘവൻ മണ്ണെണ്ണപ്പാട്ടയും അരിയും മറ്റും വാങ്ങിയ സഞ്ചിയുമായി എത്തി. ഏട്ടനെന്താ വൈകിയത്? അഞ്ജന അയാളുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ തിരക്കി. കടയിൽ നല്ല തിരക്കായിരുന്നു. അതും പറഞ്ഞ് അയാൾ തുവർത്തും തോളിലിട്ട് കിണറ്റിൻകരയിലേക്ക് പോയി. മഴയ്ക്ക് മുന്നേ കുളിച്ചേക്കാം. അഞ്ജന വിളക്കിലേക്ക് എണ്ണ പകർന്നു. അരിയും സാധനങ്ങളും അടുക്കളയിൽ കൊണ്ടുപോയി വച്ചു. 22 വയസ്സോളം വരും അഞ്ജനയ്ക്ക്. കാണാൻ ചന്തമുള്ള പെണ്ണ്. പ്രീ ഡിഗ്രി വരെ പഠിച്ചു. പിന്നീട് നഴ്സിങ്ങിന് പോയി. അതും കഴിഞ്ഞ് കുറേ കാലം ഒരു ആശുപത്രിയിൽ പ്രാക്ടീസിന് നിന്നു. കഷ്ടപ്പെടാമെന്നല്ലാതെ അവിടെ നിന്നും 10 പൈസ പോലും കിട്ടുമായിരുന്നില്ല. അവസാനം അവിടേക്ക് പോകണ്ടെന്ന് രാഘവൻ പറഞ്ഞു. അയാൾക്കാണെങ്കിൽ ആകെയുള്ള കൂടപ്പിറപ്പാണ് അഞ്ജന. അവൾക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അച്ഛനമ്മമാരുടെ മരണം. വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ച് പടക്കം ഉണ്ടാക്കുന്നതായിരുന്നു പണി. രാഘവൻ അന്ന് ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അതോടെ അവൻ പഠിത്തം നിർത്തി. അവന് അവളും അവൾക്ക് അവനും മാത്രമായി. ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും രാഘവൻ തളർന്നില്ല. ആരുടെ മുന്നിലും കൈനീട്ടിയുമില്ല. വെടിമരുന്ന് പുരയിൽ വെന്തു തീർന്ന ജീവനുകൾക്ക് സർക്കാർ 5000 രൂപ വീതം നൽകി. ആ പണം അവൻ പെങ്ങളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചു. ഒരിക്കൽ അതിന് ആവശ്യമുണ്ടാകുമെന്ന് അവന് അറിയാമായിരുന്നു. തന്നെക്കൊണ്ട് കഴിയുന്ന ജോലികൾ ചെയ്ത് രാഘവൻ ഇരുവർക്കുമുള്ള ആഹാരത്തിനുള്ള വക കണ്ടെത്തി. അഞ്ജനയെ സ്കൂളിൽ അയച്ചു. ഇത്രയുമൊക്കെ ആക്കി തീർത്തു. ഇന്ന് രാഘവൻ ഒരു ടാക്സി ഡ്രൈവറാണ്. അതുകൊണ്ട് വീട് പുലർന്നു പോകും. കാണാൻ ഒട്ടും മോശമല്ല അയാൾ. ഒത്ത ഉയരവും വണ്ണവും. പിന്നെ ഒരേയൊരു ദൂഷ്യമേ ഉള്ളൂ. അഹങ്കാരവും അനീതിയും ഒരിക്കലും അംഗീകരിക്കില്ല. അതിൻ്റെ പേരിൽ പലപ്പോഴും അടിപിടി വരെ ഉണ്ടായിട്ടുണ്ട്. ടാക്സി ഡ്രൈവർമാരുടെ നേതാവാണ് രാഘവൻ. തൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരോട് വളരെ മാന്യമായ പെരുമാറ്റവും. അതുകൊണ്ട് തന്നെ ടാക്സി സ്റ്റാൻഡിൽ ഏറ്റവും കൂടുതൽ ഓട്ടം കിട്ടുന്നതും രാഘവന് തന്നെ. രാഘവൻ കുളി കഴിഞ്ഞു വന്നു. അപ്പോഴേക്കും മഴയ്ക്ക് ശക്തി കൂട്ടി തുടങ്ങി. അഞ്ജന അത്താഴം ഒരുക്കുകയായിരുന്നു. രാഘവൻ ഒരു ബീഡി കത്തിച്ചുകൊണ്ട് കസേരയിലിരുന്നു. പരിസരത്തെങ്ങും വൈദ്യുതി ഇനിയും എത്തിയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ അയാളും വീട് എങ്ങനെയെങ്കിലും വൈദ്യുതീകരിച്ചേനെ. മഴയ്ക്ക് പിന്നാലെ കാറ്റ് വീശാനും തുടങ്ങി. ജനാലകൾ തുറന്ന് അടഞ്ഞു. ജലകണങ്ങൾ അകത്തേക്ക് തെറിച്ചു വീണു. രാഘവൻ എണീറ്റ് ജനാലകളുടെ കൊളുത്തിട്ടു. ഇങ്ങനെ മഴയാണെങ്കിൽ നാളത്തെ യാത്ര ബുദ്ധിമുട്ടാകുമല്ലോ അഞ്ജനെ, അയാൾ പറഞ്ഞു. അതാ ഏട്ടാ ഞാനും ചിന്തിച്ചത്. ഓ, മഴയങ്ങ് മാറുമായിരിക്കും. അടുത്ത ദിവസം രാവിലെ തിരുവനന്തപുരത്തേക്ക് പോകുകയാണ് ഇരുവരും. അഞ്ജനയ്ക്കൊരു ജോലിക്കാര്യത്തിനാണ്. തലസ്ഥാനത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സുമാരുടെ ആവശ്യമുണ്ടെന്ന് പത്രത്തിൽ പരസ്യം കണ്ടാണ് അപേക്ഷ അയച്ചത്. ഒപ്പം ഫോട്ടോയും വേണമെന്ന് പറഞ്ഞിരുന്നു. അവളുടെ ഭാഗ്യം കൊണ്ടാവണം ഇൻ്റർവ്യൂവിന് കാർഡ് വന്നിരിക്കുന്നു. പക്ഷേ അതിലെ വാചകങ്ങളിൽ നിന്നും ഒരു കാര്യം അവർക്ക് മനസ്സിലായി. ജോലി ഉറപ്പാണ്. കാരണം താമസിക്കാൻ ആവശ്യമായ സാധനങ്ങളുമായി വേണം ചെല്ലുവാൻ എന്ന് എഴുതിയിരുന്നു. രാത്രിയുടെ യാമങ്ങൾ കൊഴിഞ്ഞു. ഏട്ടാ അത്താഴം വിളമ്പി, അഞ്ജന അറിയിച്ചു. രാഘവൻ കൈ കഴുകി ബെഞ്ചിലിരുന്നു. ആഹാരം കഴിക്കുമ്പോൾ അവൾ കരയുന്നത് കണ്ട് അയാൾ അമ്പരന്നു. എന്താ മോളെ, നാളെ മുതൽ ഏട്ടന് ആഹാരം? അവൾ തേങ്ങി. അതാണോ കാര്യം? ഒക്കെ നടന്നോളും. അതൊക്കെ ഓർത്ത് മോളെ വിഷമിക്കണ്ട, അയാൾ പെങ്ങളെ ആശ്വസിപ്പിച്ചു. തിരുവനന്തപുരം രാവിലെ 11 മണി. തമ്പാനൂരിൽ ബസ്സിറങ്ങിയ രാഘവനും അഞ്ജനയും ഒരു ഓട്ടോറിക്ഷയിലാണ് ഇടപ്പഴിഞ്ഞിയുള്ള ഹോസ്പിറ്റലിലെത്തിയത്. ദർശന ഹോസ്പിറ്റൽ. 8 നിലകളുള്ള ഒരു കൂറ്റൻ കെട്ടിടം. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളുമുള്ള നവീന ഹോസ്പിറ്റൽ. മുറ്റത്ത് 100 കണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ അവർ വിവരം തിരക്കി. അവിടെ ഇരുന്ന സുന്ദരിയായ യുവതി വാച്ചറെ വിളിച്ച് അവരുടെ ഒപ്പം അയച്ചു. ലിഫ്റ്റിൽ 8ാം നിലയിലേക്ക്. അവിടെ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. വേറെയും 7-8 പെൺകുട്ടികളുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ജോലി ഉറപ്പായി. മാസം ഭേദപ്പെട്ട ശമ്പളം. താമസത്തിന് നഴ്സസ് ക്വാർട്ടേഴ്സ്. മെസ്സിൽ നിന്നും കുറഞ്ഞ നിരക്കിൽ ഭക്ഷണം. ഹോസ്പിറ്റലിൻ്റെ മാനേജറും പ്രധാന ഡോക്ടറും മറ്റും ഒന്നിച്ചായിരുന്നു ഇൻ്റർവ്യൂ. അവർ അവിടെ നിന്നും ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള നഴ്സസ് ക്വാർട്ടേഴ്സിലെത്തി. കാര്യങ്ങളൊക്കെ ശരിയാക്കി. അവളുടെ റൂമിൽ മറ്റു 2 പേർ കൂടിയുണ്ട്. അവരും അന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞവരാണ്. മേരിക്കുട്ടിയും ശാരദയും. ഒരാളുടെ വീട് കോട്ടയത്ത് നാഗമ്പടവും. മറ്റവൾ കരുനാഗപ്പള്ളിക്കാരിയുമാണ്. എങ്കിൽ ഞാൻ പോകട്ടെ മോളെ, രാഘവൻ പറഞ്ഞു. ഇപ്പോൾ പുറപ്പെട്ടാൽ രാത്രി അധികമാകും മുമ്പ് അങ്ങെത്താം. അഞ്ജനയുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. ഛേ, കരയാതെ മോളെ. ഇവരൊക്കെ നിന്നെപ്പോലെ ഇവിടെ എത്തിയവരല്ലേ. 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ വിഷമമൊക്കെ മാറിക്കൊള്ളും. അയാൾ അവളുടെ തോളിൽ തട്ടി. നിറമിഴികളോടെ അവൾ ആങ്ങളയ്ക്ക് യാത്രാനുമതി നൽകി. ഗേറ്റ് വരെ അയാളെ അനുഗമിക്കുകയും ചെയ്തു. നേരത്തെ ആഹാരം കഴിക്കണേട്ടാ, അയാൾ ചിരിച്ചു. കഴിച്ചോളാമേ. പിന്നെ മോൾക്കിവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ ഏട്ടനെ വിവരം അറിയിക്കണം. ഏട്ടൻ വന്ന് നിന്നെ കൊണ്ടുപോയിക്കൊള്ളാം. ശരി.
അയാൾ കണ്ണിൽ നിന്നും മറയുവോളം അവൾ നോക്കി നിന്നു. രാത്രി മേരിക്കുട്ടിയും ശാരദയുമായി അഞ്ജന കൂടുതൽ പരിചയപ്പെട്ടു. ഇനി ഒന്നിച്ച് ഒരു മുറിയിൽ കഴിയേണ്ടവരല്ലേ. തങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചു. ഒന്നിച്ച് മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ചു. സന്ധ്യയായപ്പോഴേക്കും ക്വാർട്ടേഴ്സ് കലപില ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞു. പകൽ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയവർ, രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നവർ എല്ലാം. 10 മണി കഴിഞ്ഞപ്പോൾ അവർ ഉറങ്ങാൻ കിടന്നു. 2-ാം നിലയിൽ മുന്നിലെ മുറിയിൽ, ജനാലയോട് ചേർന്നുള്ള മുറിയിലായിരുന്നു അഞ്ജനയുടേത്. ആ രാത്രി അവൾക്ക് ഉറക്കം വന്നില്ല. ഓരോന്നോർത്ത് അങ്ങനെ കിടന്നു. താഴെ ചില വാഹനങ്ങൾ വന്നു നിൽക്കുന്ന ശബ്ദം. അവൾ ജനാലയുടെ കൊളുത്തെടുത്ത് താഴേക്ക് എത്തി നോക്കി. അഞ്ജനയുടെ നെറ്റി ചുളിഞ്ഞു. 2-3 കാറുകൾ. നേഴ്സസ് ക്വാർട്ടേഴ്സിൽ നിന്നും ചില യുവതികൾ ഇറങ്ങിച്ചെന്ന് കാറിൽ കയറുന്നു. ഡോറുകൾ അടയുന്നു. കാറുകൾ ഗേറ്റ് കടന്ന് അകന്നു പോകുന്നു. അവൾക്കൊന്നും മനസ്സിലായില്ല. അവർ ഈ രാത്രിയിൽ എവിടെ പോകുകയാണ്? അതേക്കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട ആവശ്യമില്ലെന്ന് അവൾക്ക് തോന്നി. രാത്രിയിലെ ഏതോ യാമത്തിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. അടുത്ത ദിവസം രാവിലെ മറ്റുള്ളവർക്കൊപ്പം അഞ്ജനയും ഡ്യൂട്ടിയിൽ പ്രവേശിച്ചു. D2 വാർഡിലായിരുന്നു അവൾക്ക് ഡ്യൂട്ടി, 4-ാം നിലയിൽ. തൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഇത്രമാത്രം തിരക്കുള്ള ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ലെന്ന് അവൾക്ക് തോന്നി. സമ്പന്നർക്ക് മാത്രമായി ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥാപനം, ദിവസവും ലക്ഷങ്ങളുടെ വരവ്, ഒരല്പനേരം പോലും വിശ്രമം കിട്ടാത്ത ജോലി. രോഗികളേറെയുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സ്റ്റാഫില്ല. ഉള്ളവർ എല്ലാം ചെയ്തു കൊള്ളണം. അഞ്ജന ഉച്ചഭക്ഷണത്തിന് മെസ്സിലേക്ക് പോകുവാൻ താഴെ എത്തിയതാണ്. പൊടുന്നനെയാണ് കയ്യിൽ നിവർത്തിപ്പിടിച്ച കടാരയുമായി ഒരുവൻ പാഞ്ഞു വരുന്നത് കണ്ടത്. ആ പന്നിയുടെ മോനെ ഇന്ന് ഞാൻ കൊല്ലും. അവൾ ഭയന്നു പോയി. ആ മനുഷ്യൻ കോണിപ്പടി വഴി മുകളിലേക്ക് പാഞ്ഞു. പിന്നാലെ അറ്റൻഡർമാരും. വല്ല മനോരോഗിയും ആയിരിക്കുമെന്നാണ് അവൾ കരുതിയത്. ഊണ് കഴിഞ്ഞ് തിരികെ എത്തിയ അവൾ ഹോസ്പിറ്റലിന് മുന്നിൽ ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് എത്തി നോക്കി. ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. അഞ്ജനയിൽ നിന്നൊരു ആർത്തനാദം ഉയർന്നു. ചോരയിൽ കുളിച്ച് ഒരു മനുഷ്യൻ. അയാൾ ആ ഹോസ്പിറ്റലിന് മുകളിൽ നിന്നും വീണതാണെന്ന് ഉറപ്പായിരുന്നു. ഞെട്ടലോടെ അവൾ മറ്റൊന്നുകൂടി കണ്ടു. കുറച്ചകലെ വെയിലേറ്റ് തിളങ്ങുന്ന ഒരു കടാര. നേരത്തെ കൊല്ലുമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയ മനുഷ്യൻ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. അഞ്ജനയുടെ കത്ത് രാഘവന് കിട്ടി. അതിൽ അധികം വാചകങ്ങളൊന്നുമില്ല. ഏട്ടന് സുഖമായിരിക്കുമല്ലോ. എനിക്ക് സുഖം തന്നെ. പതിവായി ജോലിക്ക് പോകുന്നുണ്ട്. ശമ്പളം കിട്ടിയാലുടനെ അയക്കാം എന്നിങ്ങനെ ചില വാചകങ്ങൾ. അയാൾക്കെന്തോ വല്ലായ്മ തോന്നി. പെങ്ങളുടെ കത്തിൽ ഒരു അപരിചിതത്വം. അവൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ, അയാൾ ഓർത്തു. ഏതായാലും രാഘവൻ അന്ന് തന്നെ അവൾക്ക് മറുപടി അയച്ചു. ദിവസങ്ങൾ പിന്നെയും കുറേ കടന്നുപോയി. ഒരു നാൾ ടാക്സി സ്റ്റാൻഡിൽ ഓട്ടമില്ലാതിരിക്കുമ്പോൾ സൈക്കിളിൽ ഒരാളെത്തി. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായ അവനെ രാഘവൻ അറിയാമായിരുന്നു. അണ്ണനൊരു ടെലഗ്രാമുണ്ട്, ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. രാഘവൻ ഒപ്പിട്ട് ടെലഗ്രാം വാങ്ങി. റോസ് നിറത്തിലുള്ള കടലാസ് അയാളുടെ കയ്യിലിരുന്ന് വിറച്ചു. അഞ്ജന സീരിയസ്, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി. മോളെ, നറുക്കത്തോടെ അയാൾ അലറി വിളിച്ചു. രാഘവൻ്റെ നിലവിളി കേട്ട് ടാക്സി സ്റ്റാൻഡിലുണ്ടായിരുന്ന മറ്റു ഡ്രൈവർമാരെല്ലാം ഓടി വന്നു. എന്താ രാഘവ? അയാൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. ടെലഗ്രാം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയായിരുന്നു അയാൾ. മറുപടി പറഞ്ഞത് ടെലഗ്രാം കൊണ്ടുവന്ന ആളാണ്. രാഘവണ്ണൻ്റെ പെങ്ങൾക്ക് സീരിയസ് ആണ്, ഉടനെ ചെല്ലണമെന്ന്. എന്തു പറ്റി? മറ്റുള്ളവർ ഉദ്വേഗം പൂണ്ടു. അതൊന്നും അറിയില്ല. നീ വിഷമിക്കാതെടാ. വിചാരിക്കും പോലെ ഒന്നും ഉണ്ടാവില്ല രാഘവ. മറ്റുള്ളവർ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാഘവൻ്റെ കരച്ചിൽ അടങ്ങിയില്ല. ഉടനെ പുറപ്പെടണം, ഞങ്ങൾ കൂടി വരാം. ചിലർ അയാളോടൊപ്പം പോകുവാൻ തയ്യാറായി. രാഘവൻ്റെ കാറിൽ തന്നെയാണ് അവർ യാത്രയായത്. മറ്റൊരാൾ ഓടിച്ചു. രാഘവൻ പിൻസീറ്റിൽ തളർന്നു കിടന്നു. മനസ്സ് നിറയെ അഞ്ജനയായിരുന്നു, തൻ്റെ കുഞ്ഞു പെങ്ങൾ. അവൾക്ക് എന്തു പറ്റിയിരിക്കും എന്നറിയുവാൻ അയാളുടെ മനസ്സ് വെമ്പുകയായിരുന്നു. കിലോമീറ്ററുകളെ പിന്നോട്ട് തള്ളി അലറി കുതിക്കുകയായിരുന്നു കാർ. വളവുകൾ വെട്ടിത്തിരിഞ്ഞ് മുന്നിൽ പോകുന്ന വാഹനങ്ങളെ ഓരോന്നായി പിന്തള്ളിക്കൊണ്ട്. രാഘവൻ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സ് വാഹനത്തിൻ്റെ 100 ഇരട്ടി വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് പായുകയായിരുന്നു. ദർശന ഹോസ്പിറ്റലിലേക്ക്. തിരുവനന്തപുരം. കാർ വഴുതക്കാട്ട് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു. കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൻ്റെ മുന്നിലൂടെ പാങ്ങോട്ട് റോഡിൽ അല്പസമയത്തിനുള്ളിൽ ഇടപ്പഴഞ്ഞിയിലെത്തി. ദർശന ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിനുള്ളിലേക്ക് കാർ ഇരമ്പിക്കയറി. കാറിൽ നിന്നും കുതിച്ചിറങ്ങുകയായിരുന്നു രാഘവൻ. ഹൃദയത്തിൽ പെരുമ്പറയുടെ മുഴക്കം. അയാൾ അകത്തേക്ക് ഓടിച്ചെന്നു. ആൾക്കാർ അയാളെ തുറച്ചു നോക്കി. നേരത്തെ ഒരു തവണ ഇവിടെ വന്ന പരിചയം വെച്ച് അയാൾ എത്തിയത് റിസപ്ഷൻ കൗണ്ടറിലാണ്. റിസപ്ഷനിസ്റ്റ് തലയുയർത്തി. അയാൾ ടെലഗ്രാം അവളുടെ മുന്നിലേക്കിട്ടു. അതെടുത്ത് നോക്കിയ അവളുടെ മുഖം കടലാസ് പോലെ വിളറി വെളുത്തു. മറുപടി ഒന്നും പറയാതെ അവൾ റിസീവർ എടുത്തു. സാർ, അവരെത്തിയിട്ടുണ്ട്. അത്രയും പറഞ്ഞ് റിസീവർ വച്ചു. ഒരു അറ്റൻഡർ ഓടിയെത്തി. വരണം സാർ. രാഘവൻ ചുളിഞ്ഞ നെറ്റിയോടെ അറ്റൻഡറെ നോക്കി. എൻ്റെ പെങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് പറയൂ. പറയാൻ സാറ്. ഇപ്പോൾ ഇയാളുടെ കൂടെ ചൊല്ലൂ, റിസപ്ഷനിസ്റ്റ് താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും മറ്റു ഡ്രൈവർമാരും അങ്ങെത്തിക്കഴിഞ്ഞിരുന്നു. ഒന്നിച്ച് അറ്റൻഡർമാരുടെ പിന്നാലെ നീങ്ങി ലിഫ്റ്റിൽ കയറി. രാഘവൻ അറ്റൻഡറുടെ തോളിൽ പിടിച്ചു കുലുക്കി. ഭ്രാന്ത് പിടിപ്പിക്കാതെ എന്താണെന്ന് പറയടോ. എനിക്കത് പറയാൻ അധികാരമില്ല സാർ. അറ്റൻഡറുടെ ശബ്ദം പതറി. അയാൾ പറഞ്ഞതിൻ്റെ പൊരുൾ അവർക്കാർക്കും പിടികിട്ടിയില്ല. ലിഫ്റ്റ് നിന്നു. അവർ ഇറങ്ങി. ഇടനാഴിയിലൂടെ അതിവേഗം മുന്നോട്ട്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. അതിനു മുന്നിൽ ആ മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യൻ, മാനേജിംഗ് ഡയറക്ടർ രാഘവൻ. അയാൾ ഓരോരുത്തരെയും മാറി മാറി നോക്കി. ഞാനാണ് മാനേജിംഗ് ഡയറക്ടർ പ്രഭാകരൻ. അയാളുടെ തോളിൽ കൈവച്ചു.
ഐം സോറി മാൻ. നിങ്ങളെ എന്ത് പറഞ്ഞ് സാന്ത്വനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. രാഘവൻ്റെ ഹൃദയം വീണ്ടും പിടഞ്ഞു. അഞ്ജനയ്ക്ക് കമോൺ പറഞ്ഞിട്ട് അയാൾ രാഘവനെയും കൂട്ടി ഐസിയുവിൻ്റെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അതിനിടെ മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കൂ. ഐസിയുവിൽ സെമിത്തേരിയിലെ ശാന്തതയും മരണത്തിൻ്റെ തണുപ്പുമാണെന്ന് രാഘവന് തോന്നി. ഓരോ കിടക്കയിലും അത്യാസന്ന നിലയിൽ കഴിയുന്ന രോഗികൾ. അവൾക്കരികിൽ ഓരോ നേഴ്സുമാരുമുണ്ട്. ഒരു കിടക്കൈക്കരിയിലേക്ക് പ്രഭാകരൻ രാഘവനെ നയിച്ചു. അവിടെ കഴുത്തുവരെ മൂടിയ തുണിക്കുള്ളിൽ മുഖമൊക്കെ പൊളിഞ്ഞ ഒരു രൂപം ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തലമുടിയാകെ കരിഞ്ഞു പോയിരുന്നു. രാഘവന് ആളെ മനസ്സിലായില്ല. പ്രഭാകരൻ സ്വരം താഴ്ത്തി മന്ത്രിക്കും പോലെ പറഞ്ഞു, അഞ്ജനയാണ്. തലയ്ക്കുള്ളിൽ വെള്ളിടി പൊട്ടി. ദിഗന്ധങ്ങൾ പൊട്ടിപ്പിളർന്നു. ഭൂമി കീഴ്മേൽ മറിഞ്ഞു. രാഘവൻ്റെ നിലവിളി ഐസിയുവിൻ്റെ ഭിത്തികളിൽ തല്ലി അലച്ചു. അഞ്ജനെ മോളെ. ഐസിയുവിലുണ്ടായിരുന്ന ഡോക്ടറും നഴ്സുമാരും കുതിച്ചെത്തി. എന്താ മോളെ ഇത്? എന്താ നിനക്ക് പറ്റിയത്? കിടക്കയിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരയുകയാണ് അയാൾ. രാഘവ പ്ലീസ്, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകും. ഇത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. ഇവിടെ കിടക്കുന്നവർ എത്രക്കാരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പ്ലീസ് രാഘവൻ, തൽക്കാലം നിങ്ങൾ സംയമനം പാലിക്കണം. വരൂ, എല്ലാം ഞാൻ പറയാം. പക്ഷേ രാഘവൻ അനങ്ങിയില്ല. അയാളുടെ ശബ്ദം പോലും നിലച്ചുപോയി. ഈ കിടക്കുന്നത് അഞ്ജനയാണെന്ന് വിശ്വസിക്കാൻ അയാൾക്കായില്ല. ഹൃദയം നുറുങ്ങിപ്പൊടിയുന്നു. അലറി വിളിക്കുന്നു, അഞ്ജനെ, എന്താ മോളേത്? നിനക്ക് എന്താ പറ്റിയതെന്ന് ഈ ഏട്ടനോട് പറ. വരൂ രാഘവൻ, അഞ്ജനയ്ക്ക് ഒന്നും സംഭവിക്കില്ല. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇല്ല, ഞാൻ വരില്ല. എൻ്റെ പെങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ വരില്ല. കൊച്ചുകുട്ടിയെ പോലെ അയാൾ ക്ഷണിച്ചു. അതല്ല രാഘവ, ഇവിടെ മറ്റാരെയും ഇരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. പ്രഭാകരൻ കുഴങ്ങി. അയാൾ ഡോക്ടർമാരെയും നഴ്സുമാരെയും നോക്കി. അവർ ഒരുവിധത്തിൽ രാഘവനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഏതു നിമിഷവും ഇവിടെ വന്ന് പെങ്ങളെ കാണാം എന്ന വ്യവസ്ഥയിൽ. പുറത്ത് രാഘവൻ്റെ സുഹൃത്തുക്കൾ ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു. എല്ലാവരും വരൂ. പ്രഭാകരൻ അവരെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് ക്ഷണിച്ചു. ഇരിക്കൂ. തൻ്റെ റിവോൾവിംഗ് ചെയറിലേക്ക് അമരുന്നതിനിടയിൽ അയാൾ രാഘവനോട് പറഞ്ഞു. കസേരയിലേക്ക് വീഴുകയായിരുന്നു രാഘവൻ. മറ്റുള്ളവരും ഇരുന്നു. ഒരു കാര്യം ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. രാഘവനും പെങ്ങളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ? ഇവർ തമ്മിലോ? നല്ല കഥയായി. ഉത്തരം പറഞ്ഞത് ഒരു സുഹൃത്താണ്. ആങ്ങളയില്ലാതെ പെങ്ങളും പെങ്ങളില്ലാതെ ആങ്ങളയുമില്ല എന്ന വിധമായിരുന്നു ഇവരുടെ ജീവിതം. അതല്ല, മറ്റാരും അറിയാത്ത എന്തെങ്കിലും പ്രശ്നം ഇവർ തമ്മിൽ? ഇല്ല, ഒന്നുമില്ല, രാഘവൻ മന്ത്രിച്ചു. ഇനി അഞ്ജനയ്ക്ക് ഏതെങ്കിലും പുരുഷന്മാരായി വല്ല അടുപ്പവും? സാർ, രാഘവൻ അസ്വസ്ഥയോടെ വിളിച്ചു. ഐം സോറി. പിന്നെ അവൾക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാനുള്ള കാരണമാണ് മനസ്സിലാകാത്തത്. ഒപ്പം താമസിച്ചിരുന്നവർക്ക് പോലും ഒന്നും അറിയില്ല. അവർ പറയുന്നത് സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപും അവർ എല്ലാവരും കൂടി സംസാരിച്ചിരുന്നുവെന്നാണ്. മറ്റുള്ളവർ കാതു കൂർപ്പിച്ചിരുന്നു. പ്രഭാകരൻ തുടർന്നു. രാവിലെ 8 മണിക്കായിരുന്നു സംഭവം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അഞ്ജന റൂമിലെത്തി. അപ്പോൾ റൂമിലുണ്ടായിരുന്ന മറ്റു 2 പേരും ഡേ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. മൂവരും അല്പനേരം സംസാരിച്ചിരുന്നു. പിന്നീട് മേരിക്കുട്ടിയും ശാരദയും ഡ്യൂട്ടിക്ക് പോന്നു. അരമണിക്കൂറിനുള്ളിൽ സംഭവം നടന്നു. നിലവിളി കേട്ടാണ് ക്വാർട്ടേഴ്സിലെ മറ്റ് പെൺകുട്ടികൾ ഓടിയെത്തിയത്. അപ്പോൾ മുറി അകത്തുനിന്ന് അടച്ചിരുന്നു. മണ്ണെണ്ണയുടെ ഗന്ധം, കരിയുന്ന മാംസത്തിൻ്റെയും. താക്കോൽ പഴുതിലൂടെ അവർ നോക്കിയപ്പോൾ അവിടെ സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ നിന്നാണ് ആൾക്കാർ ഓടിയെത്തി വാതിൽ ചവിട്ടി തുറന്നത്. ഉടനെ ഇങ്ങെത്തിച്ചു. പ്രഭാകരൻ പറഞ്ഞു നിർത്തി. ആ മുറിക്കുള്ളിൽ എങ്ങനെയാ മണ്ണെണ്ണ വന്നത്? രാഘവൻ്റെ ഒരു സുഹൃത്ത് ചുളിഞ്ഞ നെറ്റിയോടെ പ്രഭാകരനെ നോക്കി. അയാൾ ഒരു നിമിഷം ഒന്ന് പതറിയോ? ബസ്സിലെ ആവശ്യത്തിന് വാങ്ങിവെച്ചിരുന്ന മണ്ണെണ്ണ ടിന്നുകളിൽ ഒന്ന് അവൾ എടുത്തുകൊണ്ട് പോന്നതാവണം. ഫോൺ ശബ്ദിച്ചു. പ്രഭാകരൻ റിസീവർ എടുത്തു. അയാളുടെ മുഖം അപ്പോൾ തന്നെ വിളറി വെളുത്തു. ആ കണ്ണുകളിൽ പരിഭ്രമം ദൃശ്യമായി. രാഘവൻ്റെ കൂട്ടുകാർ സംശയത്തോടെ എണീറ്റു. പ്രഭാകരനും എണീറ്റു. അയാളുടെ നാവിൻ തുമ്പിൽ നിന്നും അക്ഷരങ്ങൾ അടർന്നു. ഐം സോറി രാഘവ, റിയലി സോറി. തളരരുത് നിങ്ങൾ. ഞാൻ പറയാൻ പോകുന്നത് അഞ്ജന. രാഘവൻ കിടുങ്ങി. അയാൾ പകച്ച ഭാവത്തിൽ പ്രഭാകരനെ നോക്കി. അഞ്ജനയുടെ ശവദാഹത്തിൽ പങ്കുകൊള്ളുവാൻ ആ ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു രാഘവനും അഞ്ജനയും. ആർക്കും യാതൊരു ദ്രോഹവും ചെയ്യാത്തവർ. ആങ്ങളയ്ക്ക് വേണ്ടി ജീവിച്ച പെങ്ങൾ. ഈ കുടുംബത്തെ മാത്രമെന്തേ കഷ്ടകാലം വിടാതെ പിന്തുടരുന്നു. ഇനി രാഘവൻ മാത്രം ബാക്കി. നേരം അർദ്ധരാത്രിയാകുവോളം കൂട്ടുകാർ അരികിലുണ്ടായിരുന്നു. പിന്നെ അവരും യാത്ര പറഞ്ഞു പോയി. രാഘവൻ തനിച്ചിരുന്നു. ഇരുളിലേക്ക് തുറച്ചു നോക്കി. തനിക്കിനി ആരുമില്ലെന്ന ബോധം രാഘവൻ പകച്ചു. ഒരിക്കലും അഞ്ജന ആത്മഹത്യ ചെയ്യില്ലെന്ന് മനസ്സ് മന്ത്രിച്ചു. പിന്നെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്നിരുന്ന അവളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. പൊള്ളിക്കുടുന്ന് ഓക്സിജൻ മാസ്ക് വെച്ച് അസഹ്യമായ ഹൃദയവേദനയാൽ രാഘവൻ കസേരയിലിരുന്ന് പുളഞ്ഞു. മേരിക്കുട്ടിയും ശാരദയും തന്നോട് സംസാരിച്ചത് കാണാതെ പഠിച്ചു വെച്ചിരുന്ന പാഠം ഉരുവിട പോലെയായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. മാത്രമോ, തങ്ങൾ പിന്മാറില്ലെന്ന് തോന്നിയപ്പോൾ പ്രഭാകരൻ്റെ നിറം മാറ്റം, പോലീസിനെ കൊണ്ടൊരു ഭീഷണിപ്പെടുത്തൽ ഒക്കെ പലവിധ സംശയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പിറ്റേന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റു ചിലരും രാഘവൻ്റെ വീട്ടിലെത്തി.
ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ട അഞ്ജനയെക്കുറിച്ച് സമഗ്രവും സത്യസന്ധവുമായ ഒരു അന്വേഷണം നടത്തിയേ മതിയാകൂ. സംഗതി കൊലപാതകമാണെങ്കിൽ പ്രതികൾ ഒരിക്കലും രക്ഷപ്പെടരുതല്ലോ. അതിനുവേണ്ടി അവർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും പരാതികൾ നൽകുവാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജപ്പൻ സാർ പരാതി തയ്യാറാക്കി. രാഘവൻ അതിൽ ഒപ്പുവച്ചു. ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് അയാൾക്ക് തോന്നി. ദിവസങ്ങൾ പിന്നിട്ടു. പരാതി അയക്കുവാൻ കഴിഞ്ഞില്ല. കാരണം തപാൽ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്കിലായിരുന്നു. യഥാർത്ഥത്തിൽ അഞ്ജനയ്ക്ക് സംഭവിച്ചത് എന്താണെന്നറിയണം. രാഘവൻ ഉറച്ചു. എങ്കിലേ മനസ്സ് ശാന്തമാകൂ. ചില ഉദ്ദേശങ്ങളോടെ അയാൾ തൻ്റെ തലമുടി പറ്റെ വെട്ടിച്ചു. മീശ പൂർണ്ണമായും വടിച്ചു കളഞ്ഞു. താൻ കാറോടിക്കുന്ന വീട്ടിൽ പോയി കുറച്ച് ദിവസം സ്ഥലത്തുണ്ടാവില്ല താൻ എന്ന് മാത്രം പറഞ്ഞിട്ട് മടങ്ങി. നല്ല മഴയുള്ള ദിവസമായിരുന്നത്. രാവിലെ 11 മണിക്ക് രാഘവൻ ബേക്കറി ജംഗ്ഷനിൽ ബസ്സിറങ്ങി. ഒരു ഓട്ടോറിക്ഷയിൽ വഴുതക്കാട്ടുള്ള ലോഡ്ജിലെത്തി. കള്ളപ്പേരിൽ മുറിയെടുത്തു. തൊട്ടടുത്തുള്ള സ്വാമിയുടെ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. 3 മണി കഴിഞ്ഞപ്പോൾ അയാൾ ദർശനം ഹോസ്പിറ്റലിൻ്റെ ഗേറ്റിലെത്തി. ഈ രൂപത്തിൽ തന്നെ അത്ര വേഗം ആരും തിരിച്ചറിയില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. 5 മണി മുതലായിരുന്നു പാസില്ലാതെ രോഗികളെ സന്ദർശിക്കാനുള്ള സമയം. അതുവരെ രാഘവൻ കാത്തിരുന്നു. സമയം 5 മണി. വാച്ചർ വാതിൽക്കൽ നിന്ന് മാറി. അതുവരെ കാത്തിരുന്ന ആൾക്കാർ തങ്ങളുടെ ബന്ധുക്കളെ കാണുവാൻ അകത്തേക്ക് പോയി തുടങ്ങി. രാഘവൻ ഇടനാഴികളിലൂടെ നടന്നു. സമയം 6 മണി. നേഴ്സുമാരുടെ ഡ്യൂട്ടി മാറുന്ന സമയം. പെട്ടെന്ന് രാഘവൻ കണ്ടു. തന്നെ കടന്ന് മുന്നോട്ട് പോകുന്ന മേരിക്കുട്ടിയും ശാരദയും. അയാൾ അവരുടെ പിന്നാലെ എത്തി. സിസ്റ്റർ. അവർ തിരിഞ്ഞു നോക്കി. എനിക്കൊരു വിവരം അറിയണം. അതിനാണ് ഞാൻ വന്നത്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞാണ് അവർക്ക് രാഘവനെ മനസ്സിലായത്. അതോടെ ആ കണ്ണുകളിൽ ഭയം നിഴൽ വിരിക്കുന്നത് രാഘവൻ കണ്ടു. ഞാൻ അഞ്ജനയുടെ സഹോദരനാണ്, അയാൾ പറഞ്ഞു. മനസ്സിലായി. ഇരുവരും ഭയത്തോടെ ചുറ്റും നോക്കി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? താങ്കളെ ഇവിടെ ആരെങ്കിലും മനസ്സിലാക്കിയാൽ അത് അപകടമാണ്, ശാരദ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ രൂപം മാറിയത്. ഇപ്പോൾ ഞങ്ങൾക്കിവിടെ നിൽക്കാനാവില്ല, മേരിക്കുട്ടി നടന്നുകൊണ്ട് അറിയിച്ചു. ഞങ്ങൾ കൂടി അപകടത്തിലാവും. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയല്ലേ? അതെ. ഏത് വാർഡിൽ? C1. ശരി. രാത്രി ഏതെങ്കിലും സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തെത്തും. മടങ്ങിപ്പോകൂ. ഇല്ല, എനിക്ക് ചിലതറിയണം. എതിരെ ഒരു അറ്റൻഡർ നടന്നു വരുന്നുണ്ടായിരുന്നു. രാഘവൻ ഇടനാഴിയുടെ മറുഭാഗത്തേക്ക് നീങ്ങി. രാത്രി കനത്തു. അതുവരെ സെക്യൂരിറ്റിക്കാരുടെ കണ്ണുവെട്ടിച്ച് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള കാൻറ്റീനിലും മറ്റുമായി രാഘവൻ കഴിഞ്ഞു. തിരക്കൊഴിഞ്ഞു. ആശുപത്രിയിലെ ശബ്ദങ്ങൾ കുറഞ്ഞു. അയാൾ C1 വാർഡ് തിരിഞ്ഞു നടന്നു. ഇടനാഴിയിലൂടെ മുന്നോട്ട് നീങ്ങവേ എതിരെ വന്ന ആളിനെ കണ്ടപ്പോൾ അറിയാതെ കാലുകളുടെ വേഗത കുറഞ്ഞു. പ്രഭാകരൻ MD. രാഘവൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ഇയാളറിയാതെ അഞ്ജനയുടെ മരണം നടന്നിരിക്കില്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായി. മുഖമടച്ച് ഒന്ന് കൊടുത്താലോ? പക്ഷേ വിവേകം ശാസിച്ചു. അരുത്. നിന്റെ ലക്ഷ്യങ്ങൾ സാധിക്കണമെങ്കിൽ അവിവേകം പ്രവർത്തിക്കരുത്. പ്രഭാകരൻ അയാളെ കടന്നുപോയി. രാഘവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെയും മുന്നോട്ട് നടന്നു. C1 വാർഡ് നഴ്സസ് ഡ്യൂട്ടി റൂം എന്നുള്ള ബോർഡ് കണ്ടു. വാതിൽ കടന്ന് ഒരു ഡോക്ടറും മേരിക്കുട്ടിയടക്കം 3 നഴ്സുമാരും പുറത്തേക്ക് വന്നു. മേരിക്കുട്ടി രാഘവനെ കണ്ടു. ഡോക്ടർ രാത്രി റൗണ്ട്സിന് ഇറങ്ങിയതാവുമെന്ന് അയാൾക്ക് തോന്നി. കുറേ നേരം കൂടി കാത്തു നിന്നേ മതിയാകൂ. 1 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും എത്തി. ഡ്യൂട്ടി റൂമിന് പുറത്ത് തന്നെ മേരിക്കുട്ടിയും ശാരദയും ഉണ്ടായിരുന്നു. അകലെ അയാളെ കണ്ടപ്പോൾ തന്നെ അവർ വേഗം അങ്ങോട്ട് വന്നു. ആരെങ്കിലും കണ്ടാൽ ആകെ കുഴപ്പമാകും. താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? കോണിപ്പടികൾക്ക് പിന്നിലേക്ക് മാറി നിന്നിട്ട് ഭയത്തോടെ മേരിക്കുട്ടി തിരക്കി. അഞ്ജന എങ്ങനെയാണ് മരിച്ചത്? അത് നേരത്തെ പറഞ്ഞതാണല്ലോ. മണ്ണെണ്ണ ശരീരത്തൊഴിച്ച് സ്വയം തീ കത്തിച്ച്. ഞാൻ വിശ്വസിക്കില്ല. അഥവാ അവൾ അങ്ങനെ ചെയ്തെങ്കിൽ അതെന്തിന്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. അവൾ ഞങ്ങളോടൊന്നും പറഞ്ഞുമില്ല. ഒരു മുറിയിൽ താമസിച്ചിട്ടും ഒന്നും അറിഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല എന്ന് നിങ്ങൾ പറയുന്നതിൽ തന്നെ കള്ളമുണ്ടെന്ന് മുഖം പറയുന്നല്ലോ. മേരിക്കുട്ടിയും ശാരദയും മുഖാമുഖം നോക്കി. താങ്കളുടെ നന്മയ്ക്ക് കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ദയവായി മടങ്ങിപ്പോകണം. വല്ലവരും വന്ന് കണ്ടാൽ ഞങ്ങളെ കൂടി കൊലയ്ക്ക് കൊടുക്കരുത്. രാഘവൻ്റെ കണ്ണുകളിൽ ജിജ്ഞാസ. നിങ്ങളെന്താ പറഞ്ഞത്? കൊലയ്ക്ക് കൊടുക്കരുതെന്ന് അല്ലേ? അപ്പോൾ അഞ്ജന കൊല്ലപ്പെട്ടതാണ്. പറയൂ, ആരാണ് അതിന് പിന്നിൽ? അവരുടെ മുഖങ്ങൾ വിളറി വെളുത്തു. നാവിൽ നിന്നുതിർന്നത് അബദ്ധവാക്കുകളാണല്ലോ. ഞങ്ങൾ താങ്കൾ വിചാരിക്കുന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഞങ്ങളെ മാനേജ്മെൻറ്റിനെ കൊണ്ട് വഴക്ക് പറയിപ്പിക്കരുതെന്നാണ്. അതേ അർത്ഥമാക്കിയുള്ളൂ. കള്ളം, പച്ചക്കള്ളം. നിങ്ങൾ ആരെയോ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഒന്നും വിട്ടു പറയാത്തത്. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു കനത്ത ശബ്ദം കേട്ടു. നിങ്ങളിവിടെ? നഴ്സുമാർ ഞെട്ടിത്തിരിഞ്ഞു. ഡോക്ടർ സക്രിയാസ്. അയാൾക്ക് പിന്നിൽ 2 സെക്യൂരിറ്റിക്കാർ. ഡോക്ടറുടെ കൽപ്പന. സിംഹത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെയായിരുന്നു അവരുടെ ഓട്ടം. അഞ്ജനയുടെ മൃതദേഹം കൊണ്ടുപോയ അന്ന് പ്രഭാകരനോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടറാണിതെന്ന് രാഘവൻ തിരിച്ചറിഞ്ഞു. അയാളും പോകുവാൻ ഭാവിക്കുകയായിരുന്നു. താൻ അവിടെ നിൽക്കൂ, ഡോക്ടർ പറഞ്ഞു. രാഘവൻ നിന്നു. മീശ പഠിച്ചതുകൊണ്ടും തലമുടി മുറിച്ചതുകൊണ്ടും നിന്നെ ആരും തിരിച്ചറിയില്ലെന്ന് കരുതി അല്ലേടാ റാസ്കൽ? സക്രിയാസ് പല്ലു കടിച്ചു. നിന്റെ പെങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടും മതിയായില്ലേ നിനക്ക്? രാഘവൻ ഒന്നും മിണ്ടാതെ സക്രിയാസിനെ തുറച്ചു നോക്കി. സെക്യൂരിറ്റിക്കാർ മുന്നോട്ട് വന്നു. രാഘവനിൽ പിടി വീണു. വിടടാ, അയാൾ കുതറി. പക്ഷേ അവർ വിട്ടില്ല. കൊണ്ടുപോവനെ. പെങ്ങൾ മരിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാം. സെക്യൂരിറ്റിക്കാർ രാഘവനെ മുന്നോട്ട് തള്ളി ലിഫ്റ്റിൽ കയറ്റി. അത് മുകളിലേക്ക് ഉയർന്നു. 8ാം നിലയിൽ ഇറങ്ങി. ഇടനാഴിയുടെ
അങ്ങേയറ്റത്തെ മുറിയിൽ അവർ അയാളെ എത്തിച്ചു. അവിടെ ടീപ്പോയിൽ നിരത്തി വെച്ചിരിക്കുന്ന മദ്യക്കുപ്പിക്കും ഗ്ലാസുകൾക്കും പിന്നിൽ ഒരാൾ. MD പ്രഭാകരൻ. വാതിലിന് ലോക്ക് വീണു. പ്രഭാകരൻ തലയുയർത്തി. ആ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. ആഹാ, നീ ഇത്ര വേഗം ഇങ്ങ് വന്നോ? എപ്പോഴെങ്കിലും നീ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. രാഘവൻ മിണ്ടിയില്ല. പ്രഭാകരൻ തുടർന്നു. ഇവിടെ വന്ന് ചാകണമെന്ന് നിനക്ക് എന്താണ് ഇത്ര നിർബന്ധം? രാഘവൻ അണപ്പല്ലുകൾ കടിച്ചമർത്തി. മനസ്സിൽ ഒരു വന്യമൃഗം ചുരമാന്തി. പക്ഷേ ചലിക്കാനായില്ല. ഇടത്തും വലത്തും അയാളുടെ ചലനങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു സെക്യൂരിറ്റിക്കാർ. ഡോക്ടർ സക്രിയാസും ഒരു ഗ്ലാസ്സിലേക്ക് കുറേ മദ്യം പകർന്നു വായിലേക്ക് കമഴ്ത്തി. അനന്തരം രാഘവൻ്റെ നേരെ തിരിഞ്ഞു. അല്ല, ഞാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നിനക്ക് എന്തിൻ്റെ അസുഖമാടാ? നിന്റെ പെങ്ങള് തന്തയ്ക്ക് പിറക്കാഴിക കാണിച്ചതും പോരാഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ മണ്ടയ്ക്ക് കൊലപാതകം കെട്ടിവെക്കാൻ വന്നിരിക്കുകയാണെന്നോ നീ, അല്ലേ? എടാ, പോയവൾ പോട്ടടാ. ഇക്കാലത്ത് ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കണമെങ്കിൽ എന്തുമാത്രം ചിലവാടാ ഉള്ളത്? അതൊക്കെ നീ ചിന്തിച്ചിട്ടുണ്ടോ? നേരെ മറിച്ച് അവൾ ചത്തതുകൊണ്ട് നീ രക്ഷപ്പെട്ടില്ലേ? രാഘവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയും തകർന്നു പോയ നിമിഷങ്ങളായിരുന്നു അത്. സെക്യൂരിറ്റിക്കാർക്കിടയിൽ നിന്നും അയാൾ മുന്നോട്ട് കുതിച്ചു. എന്ത് പറഞ്ഞടാ നീയെ? ചോദ്യവും അടിയും ഒപ്പം കഴിഞ്ഞു. സക്രിയാസ് അപ്പുറത്തെ സെറ്റിയിലേക്ക് മറിഞ്ഞു. എൻ്റെ പെങ്ങളെ എനിക്ക് എല്ലാമായിരുന്നടാ പട്ടി. നിന്റെ പെങ്ങളായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നോടാ? അപ്പോഴേക്കും സെക്യൂരിറ്റിക്കാർ രാഘവനെ പിടിച്ചു മാറ്റി. അവർ അയാളെ തല്ലി. അയാളും തിരിച്ചടിച്ചു. ഇവിടെ തോറ്റാൽ തൻ്റെ ശവമാണ് ബാക്കിയെന്ന് അയാൾക്കറിയാമായിരുന്നു. പ്രഭാകരന് മുന്നിൽ ഇരുന്ന ടീപ്പോ തകർന്നു വീണു. അതിൽ ഇരുന്ന മദ്യക്കുപ്പിയും ഗ്ലാസുകളും തറയിൽ വീണ് ചിതറി. സെക്യൂരിറ്റിക്കാരിൽ ഒരുവൻ്റെ ശിരസ് പിടിച്ച് രാഘവൻ ഭിത്തിയിൽ ആഞ്ഞിടിച്ചു. അമ്മേ, അയാൾ അലറി വിളിച്ചുപോയി. AC റൂം ആയിരുന്നതിനാൽ ശബ്ദം പുറത്തേക്ക് പോവുമായിരുന്നില്ല. എടാ, പ്രഭാകരനും സക്രിയാസും കൂടി രാഘവനെ എതിരിടാൻ കൂടി. ഇന്ന് നിന്റെ അവസാനമാ. അവർ 4 പേർ നോക്കിയിട്ടും അത്ര വേഗം രാഘവനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. അയാൾ വാതിൽ തുറന്ന് പുറത്തു ചാടി. പ്രഭാകരൻ റിസപ്ഷൻ കൗണ്ടറിലേക്ക് പോലീസിനും ഫോൺ ചെയ്തു. രാഘവൻ താഴെ എത്തുമ്പോൾ സെക്യൂരിറ്റിക്കാർ വളഞ്ഞു. അയാൾ ഒരു കടാര വലിച്ചെടുത്തപ്പോൾ അവർ പതറി. രാഘവൻ വാതിൽ കടന്ന് ഗേറ്റിന് നേരെ പാഞ്ഞു. പൊടുന്നനെ വെട്ടിത്തിരിഞ്ഞു വന്ന ജീപ്പിൻ്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം അയാളെ തൊട്ടൊഴിഞ്ഞു. രക്ഷപ്പെടാൻ അവസരം കിട്ടും മുമ്പ് ജീപ്പ് അയാൾക്ക് മുന്നിൽ ബ്രേക്കിട്ട് നിന്നു. SI സമദ് അതിൽ നിന്നും രാഘവന് നേരെ കുതിച്ചിറങ്ങി. പിടികൊടുത്താൽ അപകടമാണ്. രാഘവൻ ജീപ്പിൻ്റെ മറുഭാഗം വഴി പുറത്തേക്ക് പാഞ്ഞു. നിൽക്കടാ അവിടെ! പിന്നിൽ SI സമദിൻ്റെ ഗർജനം, ഒപ്പം പോലീസുകാർക്കുള്ള കൽപ്പനയും. വിടരുതവനെ! രാഘവൻ്റെ കാലുകൾക്ക് വേഗതയേറി. പിന്നിൽ ടാർ റോഡിൽ ഷൂസ് അണഞ്ഞ പാദപതന ശബ്ദങ്ങൾ പെരുമ്പറ പോലെ മുഴങ്ങി. തൻ്റെ കഴിവിൻ്റെ പരമാവധി വേഗത്തിലാണ് രാഘവൻ ഓടിയത്. മീനിൻ്റെ കടുത്ത ഗന്ധം അനുഭവപ്പെട്ടു. തൊട്ടരികിൽ മീൻ ചന്തയാണ്. മുന്നിൽ ഒരു പാലം. താഴെ വെള്ളമൊഴുകുന്ന ഒച്ച. പോലീസുകാർ തൊട്ടുപിറകിൽ. പിന്നെ രാഘവൻ ഒന്നും ചിന്തിച്ചില്ല. ഒറ്റ കുതിപ്പായിരുന്നു പാലത്തിൻ്റെ കൈവരിക്ക് മുകളിലൂടെ. താഴെ ഐസ് പോലെ തണുത്ത ജലം. സമതും സംഘവും കരയിൽ മിഴിച്ചു നിന്നു. ഇനി അവൻ്റെ കാര്യം പോക്ക് തന്നെ, ഹെഡ് കോൺസ്റ്റബിൾ ദിനേശൻ പറഞ്ഞു. നാളെയോ മറ്റന്നാളോ FIR തയ്യാറാക്കേണ്ടി വരും. അത് ശരിയായിരിക്കുമെന്ന് സമദിനും തോന്നി. വീണ്ടും മഴ ചാറുവാൻ തുടങ്ങി. പോലീസ് സംഘം പിന്തിരിഞ്ഞു. എത്ര ദൂരം നീന്തിയെന്നറിയില്ല. ഒഴുക്ക് അനുകൂലമായതിനാൽ അതൊരാശ്വാസമായി. കനത്ത ഇരുട്ടായിരുന്നു. യാതൊരു ലക്ഷ്യവും കിട്ടിയില്ല. അവസാനം വെളിച്ചം കണ്ട് ഒരിടത്തു കയറിപ്പറ്റി. അതൊരു റോഡായിരുന്നു. ഒരു വഴിപോക്കനോട് തിരക്കിയപ്പോൾ ജഗതിയാണെന്ന് മറുപടി കിട്ടി. അവിടെ നിന്നും വഴുതക്കാട്ടുള്ള ലോഡ്ജിലെത്തിയപ്പോൾ നേരം പുലരാറായി. രാഘവൻ വാതിലടച്ചു. ശരീരം തുളച്ച് വേഷം മാറി. വല്ലാത്ത ക്ഷീണം. രാഘവൻ കിടക്കയിലേക്ക് വീണു. അറിയാതെ ഉറങ്ങിപ്പോയി. നിർത്താതെ വാതിലിൽ തട്ടുന്ന ഒച്ചക്കേട്ടാണ് ഉണർന്നത്. നേരം നന്നേ പുലർന്നിരിക്കുന്നു. താഴെ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് കേൾക്കാം. രാഘവൻ എണീറ്റു. ആരാണിത്ര രാവിലെ? അയാൾ വാതിൽ തുറന്നു. തൊട്ടുമുന്നിൽ പണം വിടർത്തി നിൽക്കുന്ന ഒരു മൂർഖനെ കണ്ടതുപോലെ അയാൾ ഞെട്ടിവിറച്ചു. വല്ലാത്തൊരു ചിരിയോടെ മുന്നിൽ SI സമദ്. അയാളുടെ കൈവിരലുകൾക്കിടയിൽ കെയിൻ പമ്പര പോലെ കറങ്ങി. നിന്നെ തേടി ഞങ്ങൾ വരില്ലെന്ന് കരുതിയോ? അതോ ഇന്നലെ നീ മരിച്ചിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുമെന്ന് ഓർത്തോ? പിടി വീണിരിക്കുന്നു. നിനക്ക് ഇനിയും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോടാ? ചോദിച്ചത് HC ദിനേശനാണ്. രാഘവൻ അപ്പോഴും ശബ്ദിച്ചില്ല. സമദിൻ്റെ കനത്ത കൈത്തലം രാഘവൻ്റെ മുഖത്ത് ആഞ്ഞു വീണു. അയാൾ പിന്നോട്ട് വെച്ചു. പോലീസുകാർ അയാളെ താഴേക്ക് വലിച്ചിഴച്ചു. സാർ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. എൻ്റെ പെങ്ങളെയാണ് അവന്മാർ കൊന്നത്, രാഘവൻ കൽപ്പിച്ചു. വായടയ്ക്കട നായേ! പോലീസുകാർ അയാളെ ഉയർത്തി ജീപ്പിലേക്ക് എറിഞ്ഞു. അത് അലറി പാഞ്ഞു പോയി. പോലീസ് സ്റ്റേഷൻ. ലോക്കപ്പിനുള്ളിലേക്ക് തല്ലി അരച്ച് വീഴുകയായിരുന്നു രാഘവൻ. അയാളുടെ പുറത്ത് സമദിൻ്റെ ഷൂസ് അണഞ്ഞ കാൽ ആഞ്ഞമർന്നു. പന്ന കഴിവരുടെ മോനെ! നാട്ടിൽ കാണിക്കുന്ന തെമ്മാടിത്തരം ഇവിടെയും വന്ന് കാണിക്കാമെന്ന് കരുതിയോ? ഇത് തലസ്ഥാനമാടാ, അറിയാമോ? എൻ്റെ പെങ്ങളെ മരണകാരണം അന്വേഷിച്ച് വന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? മരണം അന്വേഷിക്കാൻ നീയാരടാ? പോലീസ് ഓഫീസറോ? അപ്പോൾ പിന്നെ ഞങ്ങളുടെയൊന്നും ആവശ്യമില്ലല്ലോ ഇവിടെ. സമദ് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. പിന്നെ മുഖമടച്ച് ഒന്നുകൂടി കൊടുത്തു. രാഘവൻ ഭിത്തിയിലേക്ക് ചാരി. മാന്യന്മാരുടെ ആശുപത്രിയിൽ കയറി നഴ്സുമാരെ കയറി പിടിക്കുന്നതാണോടാ നിൻ്റെ അമ്മയുടെ അങ്ങനത്തെ അന്വേഷണം? ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ആഹാ, അവർ പിന്നെ വെറുതെ പരാതി തന്താണ് അല്ലേടാ? സമദ് പുറത്തു നിൽക്കുന്ന ഹെഡ് കോൺസ്റ്റബിളിനെ നോക്കി.
ദിനേശ, ആ നഴ്സുമാരിങ്ങോട്ട് വരാൻ ഫോൺ ചെയ്യേ. സാർ. ഇനി അവർ വന്നിട്ട് ബാക്കി. SI പുറത്തേക്ക് ഇറങ്ങി. രാഘവൻ തളർച്ചയോടെ ഭിത്തിയും ചാരിയിരുന്നു. ഇതെന്തൊരു പരീക്ഷണം ദൈവമേ. 10 മിനിറ്റിനുള്ളിൽ മേരിക്കുട്ടിയും ശാരദയും ഒരു കാറിൽ അവിടെ എത്തി. അവനെ ഇറക്കിക്കൊണ്ടുവാ, സമ്മത് പറഞ്ഞു. കോൺസ്റ്റബിൾ രാഘവനെ അയാളുടെ മുന്നിലെത്തിച്ചു. ഇവർ നിങ്ങളെ എന്ത് ചെയ്തു? സമ്മത് നഴ്സുമാരെ നോക്കി. അവർ രാഘവനെ കുറ്റബോധത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. പേടിക്കാതെ പറഞ്ഞോളൂ, സമ്മത് പ്രോത്സാഹിപ്പിച്ചു. പൊടുന്നനെ മേരിക്കുട്ടിയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി, ചുണ്ടുകൾ വിറച്ചു. സാർ, ടെൽമി. ഞാനും ശാരദയും വാർഡിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഇയാൾ പറയൂ. എന്നെ പിടിച്ച് കോണിപ്പടിയുടെ ചുവട്ടിലേക്ക് മാറ്റി. എന്നിട്ട് രാഘവൻ കിടുങ്ങിപ്പോയി. അസഹ്യതയോടെ അയാൾ വിളിച്ചു. മേരിക്കുട്ടി, മിണ്ടരുതടാ. പിന്നിരുന്ന ദിനേശൻ അയാളുടെ കഴുത്തിനടിച്ചു. താൻ ബാക്കി പറ. എന്നിട്ട് ഇവൻ എന്തു ചെയ്തു? സമ്മത് മേരിക്കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു. അവർ ഒരിക്കൽ കൂടി ദയനീയമായി രാഘവന് നേരെ മിഴികൾ അയച്ചിട്ട് തുടർന്നു. എൻ്റെ ബ്ലൗസ് ഇയാൾ വലിച്ചു കീറി. എന്നിട്ട് എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു സാർ. രാഘവന് ശ്വാസം വിലങ്ങി. അപ്പോൾ അവൾ പിന്നെയും പറയുന്നത് കേട്ടു. തടസ്സം പിടിക്കാൻ വന്ന ശാരദയെയും ഇയാൾ ആക്രമിച്ചു. അവസാനം സക്രിയാസ് ഡോക്ടറും മറ്റുമാണ് ഞങ്ങളെ രക്ഷിച്ചത്. കേട്ടല്ലോ? നീ കേട്ടല്ലോടാ നായൻ്റെ മോനെ. ഇവരുടെ നാവിൽ നിന്നും തന്നെ. ഇനി എന്ത് പറയാനുണ്ടല്ലോ നിനക്ക്? സമ്മത് ചിരിച്ചു. കള്ളമാണ് സാർ, ഇതെല്ലാം പച്ചക്കള്ളം. ഇവരെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല. അത് ശ്രദ്ധിക്കാതെ SI അവരോട് പറഞ്ഞു. നിങ്ങൾ പോയിക്കോളൂ. അവർ പോയി. സമ്മത് വെട്ടിത്തിരിഞ്ഞു. അയാളുടെ മടക്കിയ കാൽമുട്ട് രാഘവൻ്റെ അടിവയറ്റിൽ ഉൽക്കയായി പൊളഞ്ഞിറങ്ങി. അമ്മേ! നിലവിളിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് കുഞ്ഞപ്പോൾ സമ്മതിൻ്റെ കൈമുട്ടുകൾ പുറത്തു ആഞ്ഞു വീഴുന്നു. രാഘവൻ തറയിൽ വീണു. സമ്മത് പിന്തിരിഞ്ഞു. പോലീസുകാർ അയാളെ ലോക്കപ്പിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ അവരുടെ ഊഴമായിരുന്നു. ഗ്രാമത്തിലെത്തിയ ബസ്സിൽ നിന്ന് രാഘവൻ ഇറങ്ങി. തൊട്ടടുത്താണ് ടാക്സി സ്റ്റാൻഡ്. അയാൾ അങ്ങോട്ട് നടന്നു. ഒറ്റ നോട്ടത്തിൽ അയാളെ ആർക്കും മനസ്സിലായില്ല. അത്രയ്ക്കുണ്ടായിരുന്നു മാറ്റം. നേരത്തെയുള്ള രാഘവനാണെന്ന് പറയുക പോലുമില്ല അയാളുടെ പ്രേതം. അയാളെ തിരിച്ചറിഞ്ഞതും ഡ്രൈവർമാർ ഓടിയെടുത്തു. നിനക്ക് എന്തു പറ്റി രാഘവ? ഇതെന്തൊരു കോലമാണ്? അയാൾ മിണ്ടിയില്ല. അതിന് പ്രയാസമായിരുന്നു എന്നതാണ് സത്യം. അയാൾ ഒരു കാറിൽ കയറിയിരുന്നു. കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. തൽക്കാലം എന്നെ ഒന്ന് വീട്ടിലെത്തിക്കണം. ഒരു വിധത്തിൽ അത്രയും പറഞ്ഞു. ഒരാൾ ഉടൻ കാർ സ്റ്റാർട്ട് ചെയ്തു. രാഘവൻ സീറ്റിൽ തളർന്നിരുന്നു. വീടെത്തി അയാൾ ഇറങ്ങി. സുഹൃത്തായ ഡ്രൈവർ ഒപ്പം വന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണോ രാഘവ? വേണ്ട. രാഘവൻ വാതിൽ തുറന്നകത്ത് കയറി. പിന്നെ വരാം എന്ന് പറഞ്ഞ് സുഹൃത്ത് പോയി. രാഘവൻ കിടക്കയിലേക്ക് വീഴുകയായിരുന്നു. അതിനിടെ ഒന്ന് ചുമച്ചു. വായിൽ വല്ലാത്തൊരു ചുവ. തുപ്പിയത് കട്ടച്ചോരയാണ്. വൈകിട്ട് രാഘവൻ്റെ വീട്ടിലെത്തിയ സുഹൃത്തുക്കളാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന അയാളെ കണ്ടെത്തിയത്. ഉടൻ തന്നെ അവർ അയാളെ താങ്ങിയെടുത്തു കൊണ്ടുവന്നു കാറിൽ കയറ്റി. ആശുപത്രിയിലേക്ക് വേഗം, ഒരാൾ ഓർമ്മിപ്പിച്ചു. കാർ സ്റ്റാർട്ടായി. വെടിയുണ്ടയുടെ വേഗത്തിൽ അത് ആശുപത്രിയിലേക്ക് കുതിച്ചു. അടുത്ത ദിവസമാണ് രാഘവന് സ്വബോധം വീണ്ടും കിട്ടിയത്. ഡോക്ടർക്ക് പോലും സംശയമായിരുന്നു അയാളെ ഇനി തിരിച്ചു കിട്ടുമോ എന്ന്. 4 കുപ്പി രക്തം നൽകേണ്ടി വന്നു. അതിനൊക്കെ അയാളുടെ നല്ലവരായ സുഹൃത്തുക്കൾ സഹകരിച്ചു. അവർ മാറി മാറി അയാൾക്ക് കൂട്ടിരുന്നു. സ്വബോധം വീണ്ടും കിട്ടുമ്പോൾ താൻ എവിടെയാണെന്ന് രാഘവന് അറിയില്ലായിരുന്നു. അയാളെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് ഡോക്ടർമാർ പറഞ്ഞതിനാൽ ആരും ഒന്നും ചോദിച്ചില്ല. അന്ന് പോസ്റ്റൽ സമരം അവസാനിച്ച ദിവസമായിരുന്നു. രാഘവന് ഒരു രജിസ്റ്റേർഡ് പാഴ്സൽ ഉണ്ടെന്ന് പോസ്റ്റ്മാൻ അയാളുടെ സുഹൃത്തുക്കളെ അറിയിച്ചു. അത് തിരിച്ചയക്കരുതെന്ന് അവർ പോസ്റ്റ്മാനെ ചട്ടം കെട്ടി. അടുത്ത ദിവസമായപ്പോഴേക്കും രാഘവന് സംസാരിക്കാൻ പ്രയാസമൊന്നും ഇല്ലാതെയായി. സുഹൃത്തുക്കളോട് ഉണ്ടായ സംഭവങ്ങൾ എത്രയും അയാൾ തുറന്നു പറഞ്ഞു. അവർ അവിശ്വസനീയതയോടെ എല്ലാം കേട്ടിരുന്നു. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, സുഹൃത്തുക്കൾ ഒന്നടങ്കം പറഞ്ഞു. നമുക്ക് രാജപ്പൻ സാറിനെ കണ്ട് വിവരമറിയിച്ചിട്ട് വേണ്ടത് ചെയ്യാം. അവസാനം നിന്നെ പോലീസ് എന്തു പറഞ്ഞാണ് മടക്കി അയച്ചത്? പ്രഭു തിരക്കി. അവനാണ് രാഘവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഇനി തലസ്ഥാനത്ത് കാൽ കുത്തുകയില്ലെന്നും യാതൊരു പ്രശ്നത്തിനും മുതിരുകയില്ലെന്നും എഴുതി ഒപ്പുവെച്ചു കൊടുത്താൽ കേസ് ചാർജ് ചെയ്യാതെ വിട്ടേക്കാമെന്ന് പറഞ്ഞു. അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി എനിക്കത് അനുസരിക്കേണ്ടി വന്നു. രാഘവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മുറിയിൽ മൗനം തളം കെട്ടി. നിനക്കൊരു രജിസ്റ്റേർഡ് പാഴ്സൽ വന്നിട്ടുണ്ട്, ഒരാൾ അറിയിച്ചു. രാഘവൻ്റെ നെറ്റി ചുളിഞ്ഞു. തനിക്ക് ആര് പാഴ്സൽ അയക്കാൻ? അയാൾ ഒരു തലയണ ഉയർത്തി വെച്ച് അതിൽ ചാരിയിരുന്നു. പ്രഭു, ഒരു കാര്യം ചെയ്യും. ഞാനൊരു ഓതറൈസേഷൻ കത്ത് തരാം. അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുചെന്ന് കൊടുക്കുക. അവർ സാധനം തരും. അവൻ സമ്മതിച്ചു. രാഘവൻ ഒന്ന് മയങ്ങുകയായിരുന്നു. ആരോ വിളിക്കുന്നത് കേട്ട് ഉണർന്നപ്പോൾ മുന്നിൽ പ്രഭു. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ പാഴ്സലുണ്ടായിരുന്നു. ആരയച്ചതാ? രാഘവൻ തിരക്കി. ഒരു നിമിഷം കഴിഞ്ഞാണ് പ്രഭു മറുപടി പറഞ്ഞത്. അഞ്ജന. രാഘവൻ്റെ സിരകളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഒരു വിധേന എണീറ്റ് ഭിത്തിയിൽ ചാരിയിരുന്നു അവൻ. കണ്ണുകൾ പാഴ്സലിൽ തറഞ്ഞു. അയാൾ അത് കയ്യിൽ വാങ്ങി തിരിച്ചും മറിച്ചും നോക്കി. അകത്ത് കട്ടിയുള്ള എന്തോ ഉണ്ട്. തുറക്ക്. തിരികെ പ്രഭുവിൻ്റെ കയ്യിൽ അത് കൊടുത്തു. ആശുപത്രി വിട്ട് വീട്ടിലെത്തിയിട്ട് പോരാ, ഇപ്പോൾ തന്നെ. അയാളുടെ ശബ്ദത്തിന് വല്ലാത്ത തിടുക്കമുണ്ടായിരുന്നു. പ്രഭു അത് തുറന്നു. അതൊരു ഡയറിയായിരുന്നു. അഞ്ജനയുടെ ഡയറി. രാഘവൻ്റെ കണ്ടത്തിൽ നിന്നും വല്ലാത്തൊരു ശബ്ദമുയർന്നു. ഇങ്ങുത്താ. പ്രഭു അത് അയാൾക്ക് കൊടുത്തു. രാഘവൻ്റെ കൈവിരലുകൾ വിറച്ചു. ഡയറിയിലൂടെ കവർ മറിച്ചു. ആദ്യ പേജിനൊപ്പം 4 മടക്കിയ ഒരു കടലാസ് ഉണ്ടായിരുന്നു. അയാൾ അതെടുത്ത് നിവർത്തി. അഞ്ജനയുടെ കൈപ്പട.
അക്ഷരങ്ങളുടെ കണ്ണുകൾ തെന്നി നീങ്ങി. രാഘവേട്ടാ, ഈ കത്തും ഡയറിയും ഏട്ടൻ്റെ കയ്യിൽ എത്തുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. എങ്കിലും ഒരു പരീക്ഷണമായി ഇത് ഒരാളുടെ കൈവശം അയക്കാൻ കൊടുത്തുവിടുകയാണ്. മറ്റാരും അറിയാതെ. അറിഞ്ഞ് അയക്കാനാവില്ല. ഒരു കത്ത് അയക്കണമേ എങ്കിൽ പോലും അതിവിടെ സെൻസർ ചെയ്യപ്പെടും. പെട്ടുപോയി ചേട്ടാ. ഇനി ഇവിടെ നിന്നൊരു മോചനം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. പുറത്തുനിന്നും കാണുന്നത് പോലെയല്ല ഏട്ടാ ഈ ആശുപത്രി. അകത്ത് നിറയെ പിശാചുക്കളാണ്, രക്തം ഊറ്റിക്കുടിക്കുന്ന ഭീകരന്മാർ. ഈ സമൂഹത്തിലെ വമ്പന്മാരൊക്കെ അവരുടെ സഹായികളാണ്. ആർക്കും എതിർക്കാനാവില്ല. എതിർത്താൽ ജീവൻ പോലും ബാക്കി തരില്ല. രക്ഷപ്പെടാനുമാവില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഏട്ടൻ വിഷമിക്കരുത്. എന്നെ തന്നെ നഷ്ടമായ എനിക്ക് ഇനി ഏട്ടനെ അഭിമുഖീകരിക്കാനുള്ള കരുത്തില്ല. ഏട്ടൻ എന്നോട് പൊറുക്കണം. ഇങ്ങനെ ഒരു പെങ്ങൾ ഇല്ലെന്നും കരുതണം. ഇവിടെ വന്ന അന്ന് തന്നെ ഞാനൊരു മനുഷ്യൻ്റെ മൃഗീയമായ അന്ത്യം കണ്ടു. ആരെയോ കൊല്ലുമെന്ന് പറഞ്ഞു വന്ന അയാൾ ആശുപത്രിയുടെ മുകളിൽ നിന്നും വീണു മരിച്ചു. അതൊരു തുടക്കം മാത്രമായിരുന്നു. എനിക്ക് സംഭവിച്ചതെല്ലാം ഞാൻ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. എന്തു വന്നാലും ഏട്ടൻ എന്നെ തേടി വരരുത്. ആശുപത്രിക്ക് മുന്നിൽ ഒരു ശവം കൂടി വീഴരുത്. ഏട്ടന് നല്ലതേ വരൂ. സ്വന്തം അനുജത്തി. രാഘവൻ്റെ കയ്യിലിരുന്ന് ആ കത്ത് വിറക്കൊണ്ടു. മരിക്കും മുമ്പ് അഞ്ജന തനിക്ക് എഴുതിയ കത്ത്. അയാൾ അതിലെ തീയതി നോക്കി. അവൾ മരണപ്പെട്ടതിൻ്റെ തലേ ദിവസമാണ് അയച്ചിരിക്കുന്നത്. ദൈവമേ. പക്ഷേ രാഘവൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ ആ കടലാസ് താഴേക്ക് ഓർന്നു വീണു. പ്രഭു ഒന്നും മനസ്സിലാകാതെ കടലാസിലേക്കും രാഘവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. രാഘവൻ അതിനു നേരെ കൈ ചൂണ്ടി. അവൾ അവസാനമായി എഴുതിയ കത്താണത്. അവളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. രാഘവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പ്രഭു ആ കടലാസ് എടുത്തു. രാഘവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ മഞ്ഞുപോലെ ഒരു പാട വന്നു മൂടി. ഡയറിയുടെ അടുത്ത താൾ മറിച്ച അയാൾക്ക് ഒന്നും വായിക്കാൻ കഴിഞ്ഞില്ല. മുണ്ടിൻ്റെ അഗ്രമുയർത്തി കണ്ണുകൾ ഒപ്പിയ ശേഷം അയാൾ വീണ്ടും ഡയറിയിലേക്ക് ദൃഷ്ടികൾ നട്ടു. തൻ്റെ കുഞ്ഞു പെങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അവളെ കൊന്നതോ അതോ അവൾ ആത്മഹത്യ ചെയ്തതോ? ജൂൺ 5 ബുധൻ. അന്ന് തങ്ങൾ ആദ്യമായി ആശുപത്രിയിൽ ചെന്ന ദിവസമാണെന്ന് രാഘവന് മനസ്സിലായി. അന്നത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഡയറിയിൽ എഴുതിയിരുന്നു. വാക്കുകളിലൂടെ രാഘവൻ തൻ്റെ കുഞ്ഞു പെങ്ങൾ അനുഭവിച്ചതൊക്കെ നേരിൽ കാണുകയായിരുന്നു. ജൂൺ 6 വ്യാഴം. അയാൾ അടുത്ത പേജ് മറിച്ചു. ഇന്ന് D2-വിലായിരുന്നു ഡ്യൂട്ടി. പിടിപ്പത് ജോലിയുണ്ട്. സ്റ്റാഫ് വളരെ കുറച്ചേയുള്ളൂ. ജോലി ഏറെയും. എങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ ഡോക്ടർമാർ ചീത്ത വിളിക്കും. ഇതിനേക്കാളൊക്കെ ഉപരിയായി ഇവിടെ എന്തൊക്കെയോ നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുന്നു. ആ ഒരു സംശയം വർദ്ധിപ്പിക്കുന്ന സംഭവമാണ് ഉച്ചയ്ക്കുണ്ടായത്. ഉച്ചഭക്ഷണം കഴിക്കാൻ ഞാൻ മെസ്സിലേക്ക് പോകുമ്പോൾ ആ പന്നിയുടെ മോനെ ഇന്ന് ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ ആശുപത്രിക്കുള്ളിലേക്ക് കടാരയെ നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഓടിപ്പോകുന്നത് കണ്ടു. പക്ഷേ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഞാൻ കണ്ടത് അയാളുടെ ശവശരീരമായിരുന്നു. ഡ്യൂട്ടി സമയത്തും എനിക്ക് ആ രംഗം മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിഞ്ഞില്ല. മുറിയിലേക്ക് മടങ്ങുമ്പോഴും അതുമാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ക്ഷീണിച്ച മനസ്സും ശരീരവുമായാണ് അഞ്ജന ഹോസ്റ്റലിൽ തിരിച്ചെത്തിയത്. ചെന്നത് മെസ്സിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയും വാങ്ങിക്കഴിച്ച് മുറിയിലെത്തി. ഡ്രസ്സ് മാറി കിടക്കയിലേക്ക് വീണു. മേരിക്കുട്ടിയും ശാരദയും വന്നിരുന്നില്ല. അറിയാതെ കണ്ണുകൾ അടഞ്ഞു. ഉറങ്ങിയോ എന്ന് വ്യക്തമായി അറിയില്ല. പകൽ നേരത്ത് ആശുപത്രിക്ക് മുന്നിൽ മരിച്ചു കിടന്ന മനുഷ്യൻ ചോരയൊലിക്കുന്ന കത്തിയുമായി തൻ്റെ നേരെ വരുന്നത് സ്വപ്നം കണ്ടാണ് അലറിക്കരഞ്ഞത്. ഏയ്, എന്താണിത്? ശബ്ദം കേട്ട് പകച്ചുപോയി. കണ്ണു തുറക്കുമ്പോൾ മുന്നിൽ മേരിക്കുട്ടിയും ശാരദയും. അവർ ചിരിച്ചു. താനെന്താ മുറിയിലെ ലൈറ്റ് പോലും തെളിക്കാതെ കിടന്ന് അലറി വിളിച്ചത്? എന്തു പറയണമെന്ന് അഞ്ജനയ്ക്ക് അറിയില്ലായിരുന്നു. ശാരദ ലൈറ്റ് തെളിച്ചു. അഞ്ജന എണീറ്റിരുന്നു. താൻ എന്തെങ്കിലും സ്വപ്നം കണ്ടോ? മേരിക്കുട്ടി തിരക്കി. ഇന്ന് ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് മരിച്ചയാൾ. ശാരദ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ സംഗതി പ്രേതമാ. അഞ്ജനയും ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, അയാളെ ആരോ കൊന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, മേരിക്കുട്ടി അഭിപ്രായപ്പെട്ടു. അഞ്ജന നടുക്കത്തോടെ അവളെ നോക്കി. രണ്ടും പേഷ്യൻസ് തമ്മിൽ സംസാരിക്കുന്നത് കേട്ടത് ഞാൻ. ആ മനുഷ്യൻ 4-5 മാസം മുമ്പ് ഇവിടെ ഒരു ഓപ്പറേഷന് വിധേയനായിരുന്നു പോലും. വയറ്റിൽ കഠിനമായ വേദനയായിരുന്നു രോഗം. പക്ഷേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വേദനയ്ക്ക് കുറവൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ മറ്റേതോ ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ്ങിന് വിധേയനായി. പക്ഷേ അഞ്ജനയ്ക്ക് ശാരദയ്ക്ക് ഉത്കണ്ഠയായി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അയാൾക്ക് ഒരു വൃക്കയുണ്ടായിരുന്നില്ല പോലും. കിടുങ്ങിപ്പോയി ഇരുവരും. അങ്ങനെയേ അവർ പറഞ്ഞത്. ഡോക്ടർ സക്രിയയായിരുന്നു പോലും ഇതിന് പിന്നിലെ സൂത്രധാരൻ. അതുകൊണ്ട് അയാളെ കൊല്ലാൻ വന്നതാണെന്ന് പോലും ഈ മനുഷ്യൻ. അഞ്ജനയ്ക്ക് ഭീതി ഇരട്ടിക്കുകയായിരുന്നു. ഒരിക്കലും ഈ ഹോസ്പിറ്റലിലേക്ക് വരേണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ അവൾക്ക് തോന്നി. അപ്പോൾ ശാരദ പറയുന്നത് കേട്ടു. ഈ കേട്ടതൊക്കെ ശരിയാണെങ്കിൽ എത്രയും വേഗത്തിൽ നമുക്കിവിടെ നിന്നും രക്ഷപ്പെടണം. അഞ്ജനയും അപ്പോൾ മനസ്സിൽ അങ്ങനെ തന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. നാളെ തന്നെ രാഘവനോട് വരാൻ വേണ്ടി കത്തെഴുതാം. അന്ന് രാത്രി അത്താഴം കഴിഞ്ഞു വന്ന അഞ്ജന ആദ്യം ചെയ്തത് രാഘവനെ കത്തെഴുതുകയായിരുന്നു. ആ രാത്രിയിലും താഴെ ചില വാഹനങ്ങൾ വന്നു നിൽക്കുന്നതും തിരികെ പോകുന്നതും അഞ്ജന ശബ്ദം കൊണ്ട് മനസ്സിലാക്കി. മഴയും ഭയവും കാരണം അവൾ ജനൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ രാത്രിയിലും അവൾക്ക് ശരിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. മനസ്സ് പേ പിടിച്ച നായയെപ്പോലെ എങ്ങോട്ടുന്നില്ലാതെ ഓടുകയായിരുന്നു. അതിനിടെ ദുശകനം പോലെ മരണമടഞ്ഞ മനുഷ്യൻ മനസ്സിലേക്ക് കടന്നു വന്നു.
വെളുപ്പായപ്പോഴാണ് അല്പം ഒന്നുറങ്ങിയത്. അതിരാവിലെ ഉണർന്നു. പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് മെസ്സിലേക്ക് പോകുവാൻ ഭാവിക്കുമ്പോഴാണ് വാർഡൻ വിജയമ്മ കടന്നു വന്നത്. 100 കിലോയോളം ഭാരം വരുന്ന കറുത്തു തടിച്ച ഒരു സ്ത്രീ. ഇരുളിൽ അവർ നിൽക്കുന്നത് കണ്ടാൽ ഭയന്നു പോകുമെന്ന് അഞ്ജനയ്ക്ക് തോന്നി. മൂവര് എണീറ്റ് ആ സ്ത്രീ ചിരിച്ചു. പക്ഷേ മുഖം കുറെ കൂടി ഭീകരമാകുകയാണ് ചെയ്തത്. നിങ്ങൾക്കിന്ന് എപ്പോഴോ ഡ്യൂട്ടി? അവർ സമയം പറഞ്ഞു. വിജയമ്മ കസരയിൽ അമർന്നു. അവരുടെ കണ്ണുകൾ അഞ്ജന എഴുതി വെച്ചിരുന്ന കത്തിൽ തറഞ്ഞു. ആ മുഖത്തൊരു ഭാവമാറ്റുണ്ടായത് മൂവരും കണ്ടില്ല. വീട്ടിലേക്കായിരിക്കും കത്ത് അല്ലേ? അതെ, അഞ്ജന പറഞ്ഞു. നിങ്ങൾ പുതിയ ആൾക്കാർ ആയതിനാൽ ഇവിടുത്തെ രീതികളൊന്നും അറിയില്ലല്ലോ. പറഞ്ഞു തരുവാൻ ഞാനും മറന്നുപോയി. സാരമില്ല പറഞ്ഞുകൊണ്ട് അവർ ആ കവർ വലിച്ചു കീറി കത്ത് പുറത്തെടുത്തു. അഞ്ജന ഞെട്ടിപ്പോയി. വിജയമ്മ ചിരിച്ചു. ഇവിടെ ചില നിബന്ധനകളൊക്കെയുണ്ട് കുട്ടികളെ, എല്ലാം പറയാം. അവർ ആ കത്ത് വായിക്കുന്നത് കണ്ടപ്പോൾ അഞ്ജന വിയർക്കാൻ തുടങ്ങി. വിജയമ്മയുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി പറഞ്ഞു. ആ മുഖത്തേക്ക് കോപം ഇരച്ചു കയറുന്നതും കണ്ണുകൾ ചുവക്കുന്നതും മൂവരും കണ്ടു. അവർ പരസ്പരം നോക്കി. കത്ത് മുഴുവൻ വായിച്ചിട്ട് വിജയമ്മ അത് കുനുകുനാക്കി വലിച്ചു കയറി ചുരുട്ടി എറിഞ്ഞു. നീ ആൾ കൊള്ളാമല്ലോടി. ഈ ആശുപത്രിയിലുള്ളത് ക്രിമിനൽസാണ് അല്ലേ? നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടണം അല്ലേടി? വിജയമ്മ ചാടി എണീറ്റു. അഞ്ജന ആ ഭാവം കണ്ട് ഭയന്നു പോയി. നോക്കൂ, വിജയമ്മ അവളുടെ മുഖത്തിന് നേരെ കൈ ചൂണ്ടി. നീ കണ്ടതും അറിഞ്ഞതുമൊക്കെ സത്യം തന്നെയാണെന്നിരിക്കട്ടെ, പക്ഷേ അത് നിന്റെ മനസ്സിൽ നിന്നും പുറത്തു പോയിക്കൂടാ. അതാണ് ഇവിടുത്തെ നിയമം. രഹസ്യങ്ങൾ പുറത്തുപോയി എന്ന് അറിയുന്ന നിമിഷം നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനം എന്താണെന്ന് അറിയാമോ? മരണം. മൂവരെയും നോക്കിയാണ് വിജയമ്മ അങ്ങനെ പറഞ്ഞത്. അവർക്കും ശ്വാസം വിലങ്ങുന്നത് പോലെ തോന്നി. ഇതൊരു ഊരാക്കുടുക്ക് തന്നെ. ഒന്ന് മാത്രം മനസ്സിൽ കുറിച്ചിട്ടോ, നിങ്ങൾ എന്തു കാട്ടിയാലും ശ്രദ്ധിക്കാൻ ചുറ്റിനും 1000 കണ്ണുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നിന്നും ഇനി രക്ഷപ്പെടാമെന്ന് വിചാരമുണ്ടെങ്കിൽ അത് ഇപ്പോഴേ കളഞ്ഞേര്. വീട്ടിലേക്ക് കൃത്യമായി പണവും കത്തുകളും അയക്കാം. പക്ഷേ അതൊക്കെ എന്നിലൂടെ മാത്രം. നിങ്ങൾ വീടുകളിലേക്ക് എഴുതേണ്ട വാചകങ്ങൾ പറഞ്ഞു തരുന്നതും ഞാൻ തന്നെ. വിജയമ്മ എണീറ്റു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ അടിവരയിട്ട് കുറിച്ചോളൂ. അല്ലെങ്കിൽ നിൻ്റെയൊക്കെ ശവം ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടി വരും. പറഞ്ഞേക്കാം. വിജയമ്മ വെട്ടിത്തിരിഞ്ഞ് തറ ചവിട്ടി കുലുക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. വിജയമ്മ പോയി കഴിഞ്ഞിട്ടും അഞ്ജനയും ശാരദയും മേരിക്കുട്ടിയും ധരിച്ചു നിൽക്കുകയായിരുന്നു. വല്ലാത്തൊരു കുരുക്കിൽ അകപ്പെട്ടു പോയല്ലോ. നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടതുപോലെ. അവർക്കിടയിൽ മൗനത്തിൻ്റെ കനത്ത മതിൽ കെട്ടുയർന്നു. ഇനി നമ്മൾ എന്തു ചെയ്യും? ശാരദയാണ് സംസാരിച്ചത്. അഞ്ജനയ്ക്ക് നാവാനിക്കാനുള്ള കരുത്തുപോലും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇവിടെ അകപ്പെട്ടു പോയില്ലേ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുത് നമുക്ക് നോക്കാം. ഡ്യൂട്ടിക്ക് സമയമാകുന്നു. തൽക്കാലം നമുക്ക് പോകാം. മേരിക്കുട്ടി പറഞ്ഞു. അതാണ് നല്ലതെന്ന് മറ്റുള്ളവർക്കും തോന്നി. എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കാതെ സാവധാനം നീക്കിയാൽ ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ആ ഒരു തീരുമാനത്തോടെയാണ് അവർ മെസ്സിലേക്ക് പോയത്. പക്ഷേ ഒന്നും കഴിക്കാനായില്ല. ഇവിടെയുള്ളവരെല്ലാം തന്നെ തങ്ങളെ പോലെയായിരിക്കും എന്നവർക്ക് തോന്നി. പിന്നീട് വിജയമ്മ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. എങ്ങോട്ട് തിരിഞ്ഞാലും ശ്രദ്ധിക്കാൻ ആളുണ്ട്, വാച്ചർമാരായും അറ്റൻഡർമാരായും എല്ലാം. തലേന്നത്തെ ആ സംഭവം അറിഞ്ഞതിന് ശേഷം ഡോക്ടർ സക്രിയാസിനെ കാണുമ്പോൾ തന്നെ അഞ്ജനയ്ക്ക് ഒരു തരം വിറയൽ ബാധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അയാൾ എതിരെ വന്നാൽ എങ്ങോട്ടെങ്കിലും മാറി രക്ഷപ്പെടാനായി അവളുടെ ശ്രമം. എന്നിട്ടും അന്ന് വൈകിട്ട് അയാളുടെ മുന്നിൽ എത്തേണ്ടി വന്നു അവൾക്ക്. സക്രിയാസ് അവളെ അടിമുടി ഒന്ന് നോക്കി. കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. അയാൾ നാവു നീട്ടി ചൊടി നനച്ചു. അഞ്ജനയ്ക്ക് പരിഭ്രമമായി. സക്രിയാസ് ചിരിച്ചു. കുട്ടിക്ക് ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ അല്ലേ? അവൾ തലയനക്കി. നാവിൽ ചങ്ങല വീണിരുന്നു. ഇപ്പോൾ പോയിക്കോ, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിപ്പിക്കും. സക്രിയാസ് അർത്ഥം വെച്ച് പറഞ്ഞു. അഞ്ജന പുറത്തേക്ക് ഓടുകയായിരുന്നു. ഡോക്ടറുടെ കണ്ണുകൾ അവളുടെ നിതംബ ചലനത്തിൽ ഇളകി ഉടക്കിക്കിടന്നു. ആ രാത്രി വിജയമ്മ ഹോസ്റ്റലിൽ അവരുടെ മുറിയിൽ വന്നു. ഇനി ഞാൻ പറയുന്നത് പോലെ ഓരോരുത്തരും വീട്ടിലേക്ക് കത്തുകൾ എഴുതിക്കോളൂ, അവർ പറഞ്ഞു. അനുസരിക്കാതെ പെൺകുട്ടികൾക്ക് നിവൃത്തിയില്ലായിരുന്നു. കത്തുകൾ വായിച്ച് തൃപ്തിപ്പെട്ടതിന് ശേഷം അഡ്രസ്സും എഴുതിവെച്ച് അത് കയ്യിൽ വാങ്ങി അവർ പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി നേരത്ത് ഹോസ്റ്റലിന് മുന്നിൽ വാഹനങ്ങളെത്തുന്ന വിവരം അഞ്ജന മറ്റുള്ളവരോട് പറഞ്ഞു. ഇന്ന് രാത്രി അത് ശ്രദ്ധിക്കണമെന്ന് മൂവരും കൂടി തീരുമാനിച്ചു. അത്താഴം കഴിഞ്ഞ് തിരികെ മുറിയിലെത്തിയ അഞ്ജന ഡയറി എഴുതുവാനിരുന്നു. എന്തിനാ പെണ്ണെ ഇതൊക്കെ കുത്തിക്കുറിക്കുന്നത്? മേരിക്കുട്ടി ചോദിച്ചു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഡയറി കൊണ്ട് ശത്രുക്കൾ കുരുങ്ങണം. നല്ല കഥയായി, ശാരദ പറഞ്ഞു. ഈ ഡയറി ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയെങ്കിലല്ലേ? കിട്ടത്തില്ലടി, അവരിതൊന്നും പുറത്തു കാണിക്കത്തുകൂടിയില്ല. മേരിക്കുട്ടിക്കും അതേ അഭിപ്രായമായിരുന്നു. അഞ്ജന മിണ്ടിയില്ല. ഡയറി എഴുത്ത് നിർത്തിയുമില്ല. രാത്രി കനത്തു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കുകയായിരുന്നെങ്കിലും മൂവരും ഉറങ്ങിയിരുന്നില്ല. താഴെ വാഹനങ്ങൾ വരുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ എന്നതിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അവസാനം ആ നിമിഷമെത്തി. ഒരു വാഹനത്തിൻ്റെ ശബ്ദം. ജനൽ ഗ്ലാസുകളിൽ അതിൻ്റെ വെളിച്ചം പ്രതിഫലിച്ചു. മൂവരും എണീറ്റു. ശബ്ദമുണ്ടാക്കാതെ ജനാല തുറന്നു. ആകാംക്ഷയോടെ താഴേക്ക് നോക്കി. വിദേശ നിർമ്മിതമായ ഒരു കാറാണതെന്ന് കണ്ടു. അവർ നോക്കി നിൽക്കെ സൽവാറും കമ്മീസും ധരിച്ച ഒരു യുവതി കാറിനുള്ളിലേക്ക് നേരെ ചെന്നു. പിന്നിലെ ഡോർ തുറക്കപ്പെട്ടു. അവൾ കയറി. കാർ പാഞ്ഞുപോയി. സൂസൻ മൂവരെയും ചുണ്ടുകൾ പിറുപിറുത്തു. അവർക്ക് പരിചയമുള്ളവരും താഴത്തെ നിലയിൽ താമസിക്കുന്നവളുമായിരുന്നു സൂസൻ. അവൾ എവിടെ പോയതാ?
അവർ പരസ്പരം ചോദിച്ചു. പക്ഷേ ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞില്ല. ആ രാത്രി ചിന്താഭാരത്തോടെയാണ് മൂവരും ഉറങ്ങിയത്. അടുത്ത ദിവസം രാവിലെ മെസ്സിലെത്തിയ അഞ്ജനയും മറ്റും സൂസിനെ കണ്ടു. ഇവൾ എപ്പോഴാണ് മടങ്ങി വന്നതെന്ന് അവർ അത്ഭുതപ്പെട്ടു. സൂസിൻ്റെ കണ്ണുകൾക്ക് തളർച്ചയുണ്ടായിരുന്നു. കൺപോളകൾക്ക് കനം കൂടിയിട്ടുണ്ടെന്നും അവർ കണ്ടു. ഭക്ഷണം കഴിച്ച് മടങ്ങും വഴി കോണിപ്പടികൾക്കരികിൽ വെച്ച് അഞ്ജന സൂസിൻ്റെ അരികിലെത്തി. ഇന്നലെ രാത്രിയിൽ സൂസൻ എവിടെ പോയിരുന്നു? അവൾ വല്ലാതെ ഒന്ന് ഞെട്ടി. ഒരു നിമിഷം കൊണ്ട് മുഖം വിളറി വെളുത്തു. എന്നാൽ പെട്ടെന്ന് തന്നെ ആ ഭാവം മാറ്റിയെടുക്കാൻ അവൾക്കായി. ഞാനെങ്ങും പോയില്ലല്ലോ. പക്ഷേ ഞങ്ങൾ കണ്ടത് ഒരു കാറിൽ സൂസൻ. അഞ്ജന പൂർത്തിയാക്കാൻ സൂസൻ സമ്മതിച്ചില്ല. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇനി ഇത് ആവർത്തിച്ചാൽ ഞാൻ MDക്ക് പരാതി കൊടുക്കും. അഞ്ജന മിഴിച്ചു നിൽക്കുമ്പോൾ സൂസൻ വെട്ടിത്തിരിഞ്ഞ് തൻ്റെ മുറിയിലേക്ക് പോയി. പോയത് അവൾ തന്നെയാ, നമ്മൾ കണ്ടല്ലോ എന്നറിഞ്ഞത് കൊണ്ട് ഉണ്ടായ കോപമാ അവൾക്ക്, ശാരദ പറഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ നിന്നും വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ വാർഡൻ മൂവരെയും വിളിപ്പിച്ച് പറഞ്ഞു, ചില പ്രത്യേക കാരണങ്ങളാൽ നിങ്ങളുടെ മുറിയൊന്ന് മാറ്റുകയാണ്. ഇനി മുതൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയായിരിക്കും നിങ്ങൾക്ക്. ചേച്ചി, അത് ഞങ്ങൾക്ക് വേണ്ട, ഒന്നും പറയണ്ട. അവർക്ക് അനുസരിക്കുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവർ കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തെ മുറിയിലായി. ജനൽ തുറന്നപ്പോൾ അസഹ്യമായ ദുർഗന്ധമാണ് അനുഭവപ്പെട്ടത്. ഹോസ്പിറ്റലിലെ മാലിന്യങ്ങൾ മുഴുവൻ അവിടെയുണ്ടായിരുന്നു. മേരിക്കുട്ടി ജനാലയടച്ചു. ഒരിക്കലും നമുക്കിനി അത് തുറക്കണ്ട. രാവിലെ സൂസിനോട് അങ്ങനെ ചോദിച്ചതാ ഇപ്പോൾ ഈ മാറ്റത്തിന് കാരണം. അഞ്ജന പറഞ്ഞത് ശരിയാണെന്ന് മറ്റുള്ളവരും സമ്മതിച്ചു. ഇനി അവിടെ ആരും വന്നു പോകുന്നത് നമ്മൾ കാണാതിരിക്കുവാനാണ് ഈ മാറ്റം. മാത്രമല്ല, നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പലതും ഇവിടെ നടക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ആരോ വാതിലിൽ തട്ടി. മൂവരും സംശയത്തോടെ അങ്ങോട്ട് നോക്കി. വാതിൽ തുറക്കൂ, വിജയമ്മയുടെ ശബ്ദം. അവൾ വാതിൽ തുറന്നു. വിജയമ്മ അകത്തേക്ക് എത്തി. അവർ എണീറ്റ് നിന്നു. മൂവരെയും ഒന്ന് നോക്കിയിട്ട് വിജയമ്മ പറഞ്ഞു, ഹോസ്പിറ്റലിൽ നിന്നും ഇപ്പോൾ ഫോണുണ്ടായിരുന്നു. അവിടെ E1-ൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സ്, എന്തോ അസുഖം. തൽക്കാലം മറ്റൊരാൾ അവിടെ എത്തിയേ പറ്റൂ. അഞ്ജന ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഞാൻ ഇപ്പോൾ സാരമില്ല, നാളെ അതിനും കൂടി ഓഫ് കിട്ടും, പോരെ? അവൾക്ക് പിന്നെ എതിർക്കാൻ കഴിഞ്ഞില്ല. വേഗത്തിൽ ഡ്രസ്സ് മാറി ബസ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ E1-ൽ എത്തിയപ്പോൾ മറ്റൊന്നുകൂടി അറിഞ്ഞു. ഡോക്ടർ സക്രിയാസ് ആണ് അവിടെ ഡ്യൂട്ടി. കഴിവതും അയാളുടെ മുന്നിൽ എത്തരുതെന്ന് കരുതിയിരുന്നെങ്കിലും ആദ്യം തന്നെ അവൾക്ക് ചെല്ലേണ്ടി വന്നത് അയാൾക്കരികിലാണ്. രാത്രി റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ തൻ്റെ റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് നേഴ്സസ് ഡ്യൂട്ടി റൂമിലെ ഫോൺ ശബ്ദിച്ചു. അത് അറ്റൻഡ് ചെയ്ത നേഴ്സ് നേരത്തെ ചിരിയോടെ പറഞ്ഞു, സക്രിയാസ് ഡോക്ടർ അഞ്ജനയെ വിളിക്കുന്നു. അവൾ കിടുങ്ങിപ്പോയി. നേഴ്സ് ചിരിയോടെ തുടർന്നു, ചെല്ല്, ഡോക്ടർ കാത്തിരിക്കുകയാ. എന്ത് വേണമെന്നറിയാതെ അവൾ പതറി നിൽക്കുകയാണ്. ആ നേഴ്സ് അർത്ഥം വെച്ച് ചിരിക്കുകയാണെന്ന് തോന്നി. ചെന്നില്ലെങ്കിൽ ഡോക്ടർക്ക് ദേഷ്യം വരും. പറഞ്ഞത് വീണ്ടും ഫോൺ ശബ്ദിച്ചു. എന്താ അവൾക്കിങ്ങോട്ട് വരാൻ ഇത്ര താമസം? റിസീവറിലൂടെ സക്രിയാസിൻ്റെ വാക്കുകൾ ചീറി വന്നു. ഡോക്ടർ, അവൾ അങ്ങോട്ട് പോന്നു കഴിഞ്ഞു. നേഴ്സ് റിസീവർ വെച്ചിട്ട് അഞ്ജനയെ നോക്കി. വേഗം ചെല്ലു കൊച്ചേ. എന്നിട്ടും അവൾ സംശയിച്ചു നിന്നു. പിന്നെ വേച്ചു പോകുന്ന കാലുകളിലൂടെ ഡോക്ടർ സക്രിയാസിൻ്റെ റൂമിന് നേരെ നടന്നു. ഭീതി ഒരു വലയമായി തന്നെ പൊതിയുകയാണെന്ന് അഞ്ജന അറിഞ്ഞു. എന്തിനായിരിക്കും ഈ നേരത്തെ ഡോക്ടർ സക്രിയാസ് തന്നെ വിളിക്കുന്നത്? അയാൾ പറഞ്ഞ ആ വാചകം അവളുടെ മനസ്സിൽ മുഴങ്ങുകയായിരുന്നു. ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കും. എന്താവശ്യം? ഡോക്ടർമാരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരുപാട് നേഴ്സുമാരെക്കുറിച്ച് അവൾക്കറിയാമായിരുന്നു. ഒട്ടുമുക്കാലും ആൾക്കാർ ഗതികേട് കൊണ്ടാണ് എല്ലാം സഹിച്ച് അങ്ങനെ കഴിയുന്നത്. തുച്ഛമായ ശമ്പളമേ ഉള്ളൂ എങ്കിലും അതുകൊണ്ട് കുടുംബം പുലർത്തേണ്ടി വരുന്നവർ എത്രയാണ്? അതുകൊണ്ട് മാത്രം നഴ്സിംഗിൻ്റെ മറവിൽ ശരീരം വിൽക്കാൻ തയ്യാറാകുന്നവർ പോലുമുണ്ട്. അഞ്ജന സക്രിയാസിൻ്റെ മുറിയുടെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഹാഫ് ഡോറിനടിയിലൂടെ അയാൾ അവളുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗം കണ്ടിരിക്കണം. കമിൻ, കനത്ത ശബ്ദം. അറിയാതെ തന്നെ അവൾ അകത്തേക്ക് കയറിപ്പോയി. തൻ്റെ റിവോൾവിംഗ് ചെയറിൽ പിന്നോട്ട് ആഞ്ഞിരുന്ന് സിഗരറ്റ് പുകയ്ക്കുകയാണ് ഡോക്ടർ സക്രിയാസ്. ആ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. എന്താ വിളിച്ചാൽ വരാൻ ഇത്ര താമസം? മറുപടി പറയാതെ അവൾ തല കുനിച്ചു. വെള്ളസാരിക്കിടയിലൂടെ അവളുടെ മനോഹരമായ ശരീരഭാഗങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു അയാൾ. ഒപ്പം കനിപ്പിച്ചൊന്നു മൂളി. അയാൾ അവിടെ നിന്നെണീറ്റ് അവളുടെ അടുത്ത് വന്നു. അഞ്ജനയുടെ അകതാരിൽ ഒരു സ്ഫോടനം നടന്നു. എനിക്ക് നിന്നോടൊപ്പം സംസാരിക്കാനുണ്ട്. തൻ്റെ ശബ്ദം കഴിവതും മയപ്പെടുത്തിയാണ് സക്രിയാസ് സംസാരിച്ചത്. വരൂ, നമുക്ക് അവിടെ ഇരിക്കാം. ഡോക്ടർ ഒരു വാതിൽ തള്ളി തുറന്നു. ഒരു ബെഡ്റൂം. ഈ മുറിയോട് ചേർന്ന് ഇങ്ങനെ ഒന്നുണ്ടെന്ന് അഞ്ജന ആദ്യം അറിയുകയായിരുന്നു. കമോൺ. അയാൾ ആദ്യം അവിടേക്ക് കയറി. തന്നെ ഗ്രസിക്കുവാൻ പോകുന്ന അപകടം അഞ്ജനയ്ക്ക് വ്യക്തമായി. അതിനാൽ അവളുടെ കാൽ അനങ്ങിയത് പോലുമില്ല. ഇവിടെ നിന്നിറങ്ങി ഓടിയാലോ എന്നവൾ ചിന്തിക്കുമ്പോൾ പൊടുന്നനെ വാതിൽക്കൽ ഒരു മുഖം തെളിഞ്ഞു. മുഖത്ത് വസൂരി വന്ത് പോലെ പാടുകളുള്ള വാച്ചർ. അയാളെ കാണുന്നത് തന്നെ അവൾക്ക് ഭയമാണ്. ചുവന്ന കണ്ണുകൾ, പിരിച്ചു വച്ചിരിക്കുന്ന മീശ, ഒരു വന്യമൃഗത്തിൻ്റെ ഭാവം. അയാൾ വാതിലടച്ചു. അഞ്ജന അടഞ്ഞ വാതിലിലേക്കും സക്രിയാസിൻ്റെ മുഖത്തേക്കും സൂക്ഷിച്ചു നോക്കി. അയാൾ അവിടെ നിന്നുകൊണ്ട് കയ്യാട്ടി വിളിച്ചു. അവളപ്പോഴും അനങ്ങിയില്ല. സക്രിയാസ് തിരിച്ചു വന്നു. പേടിക്കണ്ടെന്നേ, ഞാൻ കടിച്ചു തിന്നുകയും മറ്റുമില്ല. ഇതൊക്കെ എല്ലാ ഹോസ്പിറ്റലുകളിലും പതിവാ. അവൾ എങ്ങനെയോ സംസാരിക്കാനുള്ള ശക്തി വീണ്ടെടുത്തു. ഡോക്ടർ,
എല്ലാവരെയും പോലെ എന്നെ കാണരുത്. ഞാനൊരു പാവമാ. എന്നെ ഉപദ്രവിക്കരുത് ഡോക്ടർ. സക്രിയാസ് ചിരിച്ചു. ഇതൊക്കെ എന്തോന്ന് ഉപദ്രവം? ഒരു നേഴ്സായ നിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ? മനുഷ്യന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാ ഇതൊക്കെ. വേണ്ട ഡോക്ടർ, എനിക്ക് പോകണം. വേണമെങ്കിൽ ഈ ആശുപത്രിയിൽ നിന്ന് തന്നെ ഞാൻ പോയിക്കോളാം. സക്രിയാസ് അവളുടെ മുഖത്തു നിന്നും കണ്ണുകൾ എടുത്തില്ല. എന്നെ ഒന്ന് അനുസരിച്ചെന്ന് വെച്ച് നിനക്ക് നഷ്ടങ്ങളേക്കാളേറെ ലാഭമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ആനുകൂല്യങ്ങൾ നിനക്ക് ലഭിക്കും. നീ ആദ്യമായി ഇവിടെ എത്തിയ അന്നേ ഞാൻ മോഹിച്ചു പോയതാണ്. ഇയാളുടെ മുന്നിൽ നിന്ന് ഇനി രക്ഷപ്പെടുക അത്ര എളുപ്പമല്ലെന്ന് അവൾക്ക് ഉറപ്പായി. എന്തു വന്നാലും കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്ന് അവളും തീരുമാനിച്ചു. ഒരു തവണ വഴങ്ങിപ്പോയാൽ പിന്നെ തനിക്കൊരിക്കലും മോചനം കിട്ടിയെന്ന് വരില്ല. ഞൊടിയിടയിൽ പിന്തിരിഞ്ഞ അവൾ വാതിലിൽ ആഞ്ഞാഞ്ഞിടിച്ചു. തുറക്ക്, വാതിൽ തുറക്കാൻ. സക്രിയാസ് അണപ്പല്ല് ഞെരിച്ചു. മര്യാദയ്ക്ക് പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേടി? അയാൾ അവളുടെ കൈക്ക് പിടിച്ച് പിന്നോട്ട് വലിച്ചു. അവൾ കുതറി. വിട്, തൊട്ടുപോകരുത് തന്നെ. ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഈ മുറിയിൽ വെച്ച് പരാക്രമങ്ങൾ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ മനസ്സിൽ കണ്ട കാര്യം സാധിക്കാതെ ഒരാളെപ്പോലും ഞാൻ ഇവിടെ നിന്നും പുറത്തു വിട്ടിട്ടില്ലടി. ഇനി വിടുകയുമില്ല. അഞ്ജന ആ കൈകളിൽ കിടന്ന് കുതറി. പക്ഷേ അയാൾ അവളെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ മുഖമടച്ച് ഒന്ന് കൊടുത്തിട്ട് കിടക്കയിലേക്ക് തള്ളി. മര്യാദയ്ക്ക് കിടന്നോണം, അല്ലെങ്കിൽ നിന്റെ മൃതദേഹം പോലും ആരും കാണില്ലടി. അഞ്ജന അവിടെ നിന്നും കുതിച്ചെഴുന്നേൽക്കാൻ ഭാവിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും അയാൾ അവളെ കിടക്കയിലേക്ക് തള്ളി. അടുത്ത ദിവസം അഞ്ജന ഹോസ്റ്റലിൽ എത്തിയപ്പോഴേക്കും മേരിക്കുട്ടിയും ശാരദയും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞിരുന്നു. അവൾ കിടക്കയിലേക്ക് വീണു. മനസ്സും ശരീരവും ഒരുപോലെ നീറിപ്പിടുകയാണ്. ഒറ്റ നോട്ടത്തിൽ അവളെ ആർക്കും മനസ്സിലാക്കാൻ പോലും കഴിയാത്ത മാറ്റം. തലമുടി പാറിപ്പറന്ന്, കണ്ണുകൾ കുഴിഞ്ഞ്, കവിളുകളിൽ കണ്ണീർ ഉണങ്ങിപ്പറ്റി ഒരു ദുർബല രൂപം. അവൾ വേഷം മാറുകയോ കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്തില്ല. എന്തിന് ഇതൊക്കെ ചെയ്യണം? ഇത്രയും കാലം താൻ നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്നതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടു പോയില്ലേ? അഞ്ജനയുടെ ഹൃദയം നുറങ്ങി. തന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുള്ള ഏട്ടൻ ഇതറിഞ്ഞാൽ? മരണത്തെക്കുറിച്ച് പോലും അവൾ ചിന്തിച്ചു. ഇനിയുള്ള ജീവിതത്തേക്കാൾ നല്ലത് മരണം തന്നെയാണ്. പക്ഷേ അതിനു പോലും തനിക്കാവില്ലല്ലോ എന്ന് അവൾ നടുക്കത്തോടെ ഓർത്തു. താൻ മരിച്ചാൽ? രാവിലെ മടങ്ങിപ്പോരാൻ നേരത്തായിരുന്നു സക്രിയാസിൻ്റെ അവസാന താക്കീത്. അയാൾ ഒരു പെൻഡ്രൈവ് എടുത്ത് കാണിച്ചു. എന്നിട്ട് അത് ലാപ്ടോപ്പുമായി കണക്ട് ചെയ്തു. കണ്ണ് തുറന്നു കണ്ടോടി. അഞ്ജനയ്ക്ക് കണ്ണുകളിൽ ഇരുൾ നിറഞ്ഞു. തൻ്റെ നഗ്ന ചിത്രങ്ങൾ, കഴിഞ്ഞ രാത്രിയിൽ ഡോക്ടറോടൊപ്പം ഉണ്ടായിരുന്ന കിടപ്പറ രംഗങ്ങൾ. ഈ രാത്രിയിൽ ഇവിടെ നടന്നതൊന്നും നിന്റെ നാവിൻ തുമ്പിൽ നിന്നും പുറത്തു പോയിക്കൂടാ. നിന്റെ മുറിയിൽ ഉള്ളവരോട് പോലും പറയരുത്. പറഞ്ഞാൽ നിന്റെ ഈ നഗ്ന ചിത്രങ്ങൾ ആദ്യം കണ്ടത് നിന്റെ ഏട്ടൻ തന്നെയായിരിക്കും. അങ്ങനെ സംഭവിക്കരുതെങ്കിൽ മനസ്സിനെ കനത്ത ഒരു താഴുകൊണ്ട് പൂട്ടിക്കോളൂ. അഞ്ജന കിടക്കയിൽ കിടന്നുരുണ്ടു. ആര് ചെയ്ത പാപഫലങ്ങളാണിതൊക്കെ? വാതിൽ ആരോ തുറക്കുന്ന ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കിയില്ല. കിടക്കക്കരികിലേക്ക് ആരോ എത്തിയതു മാത്രം അറിഞ്ഞു. ഇതിനു മാത്രം മോങ്ങാൻ നിന്റെ ആരാണ്ട് ചത്തുപോയോടി? വാർഡൻ വിജയമ്മയുടെ വാക്കുകൾ. അവൾ തലവെട്ടി തിരിച്ചു. കത്തുന്ന കണ്ണുകളോടെ വിജയമ്മയെ നോക്കി. അവർ ചിരിച്ചു. ലോകത്തുള്ള പെണ്ണുങ്ങൾക്ക് സംഭവിക്കാത്തതൊന്നുമല്ലല്ലോ നിനക്ക് സംഭവിച്ചിരിക്കുന്നത്. പെണ്ണിനെ ഈ ആവശ്യങ്ങൾക്ക് കൂടിയാ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ആദ്യം നീ മനസ്സിലാക്ക്. അഞ്ജന ശബ്ദിച്ചില്ല. വിജയമ്മയുടെ മുഖമടച്ച് ഒന്ന് കൊടുക്കാനുള്ള ആവേശമുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ താൻ അങ്ങനെ ചെയ്താൽ ഇവിടെ നിന്ന് ജീവനോടെ തന്നെ പുറത്ത് വിടുക പോലുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. വേഗം എഴുന്നേറ്റ് കുളിച്ചിട്ട് വന്ന് വല്ലതും കഴിക്കടി, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി എനിക്കിങ്ങോട്ട് വരേണ്ടി വരും. പറഞ്ഞേക്കാം. വിജയമ്മ തിരിച്ചു നടന്നു. ഒരു യന്ത്രത്തെ പോലെ അഞ്ജന അനുസരിച്ചു. അതിനിടെ അവൾ മനസ്സിലൊരു തീരുമാനവും കൈക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും ഈ ആശുപത്രിയിൽ നടക്കുന്ന അഴിമതികൾ പുറം ലോകത്തെ അറിയിക്കണം. ആ ഒരു ചിന്ത മനസ്സിൽ വളരുകയായിരുന്നു. വൈകിട്ട് 5 മണിയായപ്പോൾ വിജയമ്മ വീണ്ടും മുറിയിലെത്തി. രാത്രിയിൽ ഒരുങ്ങിയിരിക്കണം. നിന്നെ ഒരിടം വരെ ഞാൻ പറഞ്ഞുവിടും. മേരിക്കുട്ടിയോടോ ശാരദയോടോ പോലും ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോകരുത്. അവർക്കും നിനക്ക് സംഭവിച്ചതിൽ കൂടുതൽ ഇനി സംഭവിക്കാനില്ല. ഇനി ഒരിടത്തും ഞാൻ വരില്ല. ഒരാവേശത്തിൽ അവൾ പറഞ്ഞുപോയി. വിജയമ്മ അവളെ തുറച്ചു നോക്കി. എന്തു പറഞ്ഞടി നീ? അതുതന്നെ, ഇനി നിങ്ങളുടെ ഈ മാംസ വ്യാപാരത്തിന് എന്നെ കിട്ടില്ല എന്ന് തന്നെ. പറഞ്ഞു നിർത്തും മുമ്പ് വിജയമ്മ ഒറ്റയടിയായിരുന്നു. അഞ്ജന നിലവിളിച്ചു പോയി. പറയുന്നത് അനുസരിക്കില്ല അല്ലേടി? പക്ഷേ അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ അഞ്ജന തിരിച്ചടിച്ചു. വിജയമ്മ പിന്നോട്ട് വെച്ചു. നിന്നെ എന്തിനാ കൊല്ലുമടി? അഞ്ജന പിന്നെയും അടിച്ചു. വിജയമ്മ ഒരു ചാക്കുകെട്ട് പോലെ തറയിലേക്ക് വീണു. അഞ്ജന ആ ശരീരത്തിലേക്ക് കയറിയിരുന്ന് വിജയമ്മയുടെ നെഞ്ചിൽ ആഞ്ഞാഞ്ഞ് ഇടിക്കുവാൻ തുടങ്ങി. വിജയമ്മയുടെ നിലവിളി ലേഡീസ് ഹോസ്റ്റലിലെ മുറികളിൽ തല്ലി അലച്ചു. വിജയമ്മയുടെ കഴുത്തിൽ അഞ്ജന പിടിമുറുക്കി. എടി രാക്ഷസി, ഇനി ഒരു പെണ്ണെയും ഒറ്റുകൊടുക്കാൻ നീ തയ്യാറാകരുത്. നീ ജീവിച്ചിരുന്നാൽ ഇനിയും ഇവിടെ എത്തുന്ന പെൺകുട്ടികൾക്കും അവർ കാത്തു സൂക്ഷിച്ചിട്ടുള്ളതൊക്കെ നഷ്ടമാകും. തലേന്ന് രാത്രി തനിക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെ ദേഷ്യം മുഴുവൻ അവൾ വിജയമ്മയോട് തീർക്കുകയായിരുന്നു. വിജയമ്മ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കണ്ണുകൾ പുറത്തേക്കുന്തി. അപ്പോഴും അഞ്ജന പിടിവിട്ടില്ല. താൻ ചെയ്യുന്നത് എന്താണെന്ന് അവൾ ശരിക്കറിയുന്നുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. നിലവിളി കേട്ട് മെസ്സിലെ ജോലിക്കാരികളും ഒരു വാച്ചറും ഓടി വന്നു. അവർ അഞ്ജനയുടെ കൈകൾ പിടിച്ചു മാറ്റി. അവളെ വിജയമ്മയുടെ ശരീരത്തിൽ നിന്ന് അടർത്തിയെടുത്തു. അഞ്ജന ശക്തിയായി കിതച്ചു. ഓടി വന്നവർ
പിടിപിടിക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ വാച്ചറുടെ കനത്ത കൈത്തലം ഒരാഘാതമായി അവളുടെ കവിളിൽ ആഞ്ഞു വീണു. അഞ്ജനയുടെ നാവിൽ നിന്നൊരു നിലവിളി ഉയർന്നു. വിജയമ്മ അപ്പോഴും നിശ്ചലം കിടക്കുകയായിരുന്നു. വാച്ചർ അവളെ താങ്ങി ഉയർത്തി കിടക്കയിൽ ഇരുന്നുകൊണ്ട് കഴുത്ത് തടവി. അവിടം പൊട്ടിപ്പിളർന്ന വേദനയായിരുന്നു. നിമിഷങ്ങൾ ഇഴഞ്ഞു. 10 മിനിറ്റോളം കഴിഞ്ഞാണ് വിജയമ്മ തലയുയർത്തിയത്. അപ്പോൾ വാതിൽക്കൽ നേഴ്സുമാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. മെസ്സിലെ ജോലിക്കാരികളുടെ കൈക്കുള്ളിലായിരുന്നു അഞ്ജന. കൊണ്ടുപോവളെ, വിജയമ്മ വാച്ചറോട് പറഞ്ഞു. അഹങ്കാരം ഞാൻ ശമിപ്പിക്കുന്നുണ്ട്. വാച്ചറും ജോലിക്കാരികളും കൂടി അവളെ അവിടെ നിന്നും വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഹോസ്റ്റലിൻ്റെ താഴത്തെ നിലയിൽ നടുഭാഗത്തെ ഒരു മുറിയിൽ അവരെത്തി. പഴകിയ ഉപകരണങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്ന ഒരു മുറിയായിരുന്നു അത്. അഞ്ജന നോക്കി നിൽക്കെ വാച്ചർ തറയിലുണ്ടായിരുന്ന ഒരു വളയത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി. അറിയാതൊരു ശബ്ദം അഞ്ജനയുടെ നാവിൽ നിന്ന് ഉയർന്നു. അതൊരു വാതിലായിരുന്നു. അവളെ അവർ അതുവഴി താഴേക്കിറക്കി. അവൾ എതിർത്ത് നോക്കിയെങ്കിലും പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 10ഓളം പടികൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അല്പം നല്ലതായ ഒരു മുറിയിലെത്തി. ലൈറ്റ് തെളിഞ്ഞു. ഒരു കിടക്കയും മേശയും കസേരയും മറ്റുമുള്ള മുറി. വാച്ചർ അവളുടെ കഴുത്തിന് പിന്നിൽ പിടിച്ച് കിടക്കയിലേക്ക് തള്ളി. പിന്നെ അയാൾ ആഗ്രഹിച്ചത് നേടിയ ചാരിതാർത്ഥത്തിൽ പിന്തിരിഞ്ഞു. അഞ്ജന കിടക്കയിൽ എണീറ്റിരുന്നു. ഇനി തനിക്കൊരു മോചനമില്ലെന്ന് അവൾക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ല. ആ മുറിയോട് ചേർന്ന് തന്നെ ബാത്റൂമും ഉണ്ടായിരുന്നു. അവൾ എല്ലായിടവും ശ്രദ്ധിച്ചു. ഇല്ല, ഒരിടത്ത് പോലും രക്ഷപ്പെടാൻ അവസരം ബാക്കിയില്ല. നിരാശയോടെ അവൾ തളർന്നു. വീണ്ടും കിടക്കയിലിരുന്നു. എത്ര നേരം സമയം കഴിഞ്ഞു കാണുമെന്ന് അഞ്ജനയ്ക്കറിയില്ല. കയ്യിൽ വാച്ചുമില്ല. ഇപ്പോൾ രാത്രിയോ അതോ പകലോ? വിശപ്പും ദാഹവും കാരണം അത്യന്തം ക്ഷീണിതയായി ശരീരം അനക്കാനാവാത്ത വിധം വേദന വർദ്ധിക്കുകയാണ്. അവൾ ബാത്റൂമിലേക്ക് പോയി. പൈപ്പ് തുറന്നിട്ട് വെള്ളം ആവോളം കുടിച്ചു. ഒന്ന് കുളിച്ചാൽ തൻ്റെ ക്ഷീണം പകുതി തീരുമെന്ന് തോന്നിയതിനാൽ അവൾ വസ്ത്രം മാറ്റിയിട്ട് ഷവർ തുറന്നുവിട്ട് അതിന് കീഴിൽ അങ്ങനെ നിന്നു. ശരീരം തണുത്തു. പക്ഷേ മനസ്സപ്പോഴും ചുട്ടുപൊള്ളുകയായിരുന്നു. മുൻജന്മത്തിൽ ആരോ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലങ്ങളാണ് തന്നെ ഇങ്ങനെ വേട്ടയാടുന്നതെന്ന് അവൾക്ക് തോന്നി. ഒപ്പം മറ്റൊരു സത്യവും അവൾക്ക് ബോധ്യമായി. ആ ബാത്റൂം ആരൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്. തുവർത്തും സോപ്പും ഒക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു. പകുതിയിലധികം തേഞ്ഞു കഴിഞ്ഞിരുന്ന സോപ്പ്, നനച്ചതിന് ശേഷം അയയിൽ വിരിച്ചിരിക്കുന്ന തുവർത്ത്. അവൾ അവിടെ നിന്നും തിരിച്ചിറങ്ങി മുറിയിലെത്തിയപ്പോൾ തൊട്ടുമുന്നിൽ ഒരു സർപ്പത്തെ കണ്ടതുപോലെ ഞെട്ടിവിറച്ചു പോയി. കിടക്കയിൽ ഒരാൾ ഇരിക്കുന്നു. എന്ത് വേണമെന്നറിയാതെ അവൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് തല തിരിച്ചു. പ്രഭാകരൻ, ദർശന ഹോസ്പിറ്റലിൻ്റെ MD. വാ, ഞാനിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരം കഴിഞ്ഞു എന്നറിയാമോ? മനസ്സ് പോലെ നീ കുളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അഞ്ജനയുടെ കാലുകൾ തറയിൽ തറഞ്ഞു പോയിരുന്നു. അയാൾ എഴുന്നേറ്റ് അവളുടെ അരികിലെത്തി തോളിൽ കൈവച്ചു. ഇവിടെ എതിർത്തതുകൊണ്ട് യാതൊരു ഫലവുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അഞ്ജനയെ അയാൾ കിടക്കയിലേക്ക് നയിച്ചു. അയാൾ ആവേശത്തോടെ തന്നിലേക്ക് പടർന്നിറങ്ങുമ്പോൾ യാചിക്കും പോലെ അവൾ ചോദിച്ചു. സാർ, എനിക്കൊരു ഉപകാരം ചെയ്തു തരാമോ? പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്കിത്തിരി വിഷം തരുമോ? പ്രഭാകരൻ പൊട്ടിച്ചിരിച്ചു. വണ്ടി, നിന്നെപ്പോലൊരു പെണ്ണിന് എന്തിനാ വിഷം? 2 രാത്രികൾ പിന്നിട്ടിരിക്കുന്നു. എപ്പോഴോ ഉണർന്നപ്പോൾ അഞ്ജന ഓർക്കുകയായിരുന്നു തനിക്ക് തന്നെ നഷ്ടമായ 2 രാത്രികൾ. തൻ്റെ സ്ത്രീത്വത്തെ കശ്മലന്മാർ പങ്കിട്ടെടുത്തിരിക്കുന്നു. ഇനിയും പലരും എത്തിയേക്കും. ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് മനസ്സ് പറയുന്നു. എപ്പോഴാണ് പ്രഭാകരൻ ആക്രമണം അവസാനിപ്പിച്ചത്? എപ്പോഴാണ് അയാൾ ഇവിടം വിട്ടുപോയത്? ഒന്നും താൻ അറിഞ്ഞിട്ടില്ല. എല്ലാം അനുസരിക്കുന്ന ഒരു മരപ്പാവ പോലെ ആയിക്കഴിഞ്ഞല്ലോ താൻ. നഷ്ടപ്പെടാൻ ഇനി ഒന്നും ബാക്കിയില്ല. ഒരു പെണ്ണിനെ അഭിമാനത്തോടെ പറയുവാൻ പറ്റിയതൊന്നും തൻ്റെ പക്കലില്ലല്ലോ. വാതിൽ തുറക്കുന്ന ശബ്ദം. അഞ്ജന ഞെട്ടിയുണർന്നു. പുതിയതായി ആരെങ്കിലും വരികയാണോ? പടവുകൾ ഇറങ്ങി വരുന്ന വിജയമ്മയെയാണ് അവൾ കണ്ടത്. വിജയമ്മയുടെ കഴുത്തിൽ ബാൻഡേജ് ഉണ്ടായിരുന്നു. പക നിറഞ്ഞ കണ്ണുകളോടെ അവൾ അഞ്ജനയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് ചിരിച്ചു. നിന്റെ അഹങ്കാരം ഇപ്പോൾ പകുതി കുറഞ്ഞിരിക്കുമെന്ന് എനിക്കറിയാം. എന്താ, ഒന്നുകൂടി എന്നെ ആക്രമിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ? അഞ്ജന മിണ്ടിയില്ല. വിജയമ്മയെ കൊല്ലാനുള്ള ആവേശമുണ്ടായിരുന്നു മനസ്സിന്. പക്ഷേ ശരീരത്തിന് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഇനി നിനക്ക് നിൻ്റെ മുറിയിലേക്ക് പോകാം. അതും പറഞ്ഞ് വിജയമ്മ പിന്തിരിഞ്ഞു. പിന്നെയും കുറേ നേരം അവിടെ തന്നെ ഇരുന്നതിന് ശേഷമാണ് അഞ്ജന പുറത്തിറങ്ങിയത്. ആ ഭൂഗർഭ മുറിയിൽ നിന്നും പുറത്തു വന്നപ്പോൾ അവൾ ഒരു കാര്യം അറിഞ്ഞു. നേരം ഉച്ചയായിരിക്കുന്നു. പുറത്ത് കത്തിക്കാളുന്ന വെയിൽ. അവൾ ഹോസ്റ്റലിലെ തൻ്റെ മുറിക്ക് മുന്നിലെത്തി. വാതിൽ ചാരിയിട്ടിരുന്നേയുള്ളൂ. അത് തള്ളി തുറന്ന് അകത്ത് കയറിയ അഞ്ജനയുടെ നെറ്റി ചുളിഞ്ഞു. കിടക്കയിൽ കമിഴ്ന്നു കിടന്ന് ഏങ്ങലടിക്കുന്ന ശാരദ. അഞ്ജനയുടെ ഉള്ളം പിടഞ്ഞു. ഇവൾക്കും? അവൾ ശാരദയുടെ അരികിലിരുന്നു. മോളെ. ശാരദ തല തിരിച്ചു. തനിക്ക് കിട്ടിയ രാത്രികളിലൊന്ന് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അഞ്ജനയ്ക്ക് ഉറപ്പായി. അഞ്ജനെ. അവൾ പച്ചമുള വെട്ടി ചീന്തുപോലെ പൊട്ടിക്കരഞ്ഞു. നരകത്തിലാണല്ലോടി നമ്മൾ വന്നു പെട്ടിരിക്കുന്നത്. അവളെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകൾക്കായി അഞ്ജന പരതി. ദിവസങ്ങൾ പിന്നെയും ഇഴഞ്ഞു. അഞ്ജനയ്ക്കും ശാരദയ്ക്കും കിട്ടിയ രാത്രികളിൽ ഒരു തുടർക്കഥ പോലെ നീണ്ടു. അതിനിടെ മേരിക്കുട്ടിയും ആ വലയത്തിനുള്ളിലായി. മൂവർക്കും കാര്യങ്ങൾ പരസ്പരം അറിയാമെങ്കിലും ആരും അന്യോന്യം ഇതേക്കുറിച്ച് സംസാരിച്ചതേയില്ല. വിജയമ്മ പറയുമ്പോഴൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കും. രാത്രിയിലെത്തുന്ന തലസ്ഥാനത്തെ വമ്പന്മാരുടെ കാറുകളിൽ അവരുടെ താവളങ്ങളിലേക്ക് പോകും. നേരം പുലരും മുമ്പ് മടങ്ങിയെത്തും.
അഞ്ജന എന്നും ഡയറി എഴുതും. അങ്ങനെ ഇരിക്കെ അവൾ ഒരു തീരുമാനത്തിലെത്തി. ഇത്തിരി കടുത്ത ഒരു തീരുമാനം. അത് നടപ്പിലാക്കാൻ പറ്റിയ ഒരു നിമിഷത്തിനു വേണ്ടി അവൾ കാത്തിരുന്നു. തൻ്റെ മാനസിക വ്യാപാരം അവൾ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ പ്രതീക്ഷിക്കാത്ത ആ സമയം വന്നു ചേർന്നത് അവൾ അറിഞ്ഞത്. അതിൻ്റെ പ്രതിഫലനം എന്നവണ്ണം രാത്രിയുടെ നിശബ്ദതയിൽ തലസ്ഥാനത്തെ മുന്തിയ ഹോട്ടലുകളിലൊന്നിൽ ഹൃദയം പിളരുന്ന ഒരു നിലവിളി ഏവരെയും നടുക്കി. കഥ തുടരും.